السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സൂറത്തുൽ മാഇദ 20. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء وجعلكم ملوكا وآتاكم ما لم يؤت أحدا من العالمين. يا قوم ادخلوا الأرض المقدسة التي كتب الله لكم ولا ترتدوا على أدباركم فتنقلبوا خاسرين. قالوا يا موسى إن فيها قوما جبارين وإنا لن ندخلها حتى يخرجوا منها فإن يخرجوا منها فإنا داخلون. قال رجلان من الذين يخافون أنعم الله عليهم ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون وعلى الله فتوكلوا إن كنتم مؤمنين. قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هاهنا قاعدون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെയും മാതാപിതാക്കളുടെയും ഒക്കെ, നമ്മുടെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, സന്താനങ്ങൾ എല്ലാവരിലുമുള്ള സർവ്വരോഗങ്ങളും അല്ലാഹു ഭേദമാക്കി തരട്ടെ. ശാരീരികമായി വലിയ പ്രയാസമുള്ളവർ നമ്മുടെ ഈ സദസ്സിൽ തന്നെ ഉണ്ട്, വളരെ കഷ്ടപ്പെട്ട് വന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളടക്കം എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഫലസ്തീനിലടക്കം പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു തആല എല്ലാ നിലക്കും രക്ഷ നൽകട്ടെ. ശത്രുക്കളുടെ എല്ലാ ഗൂഢതന്ത്രങ്ങളും അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്ന ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്.
ഇന്ന് നമ്മൾ ഓതി വച്ച ആയത്തുകൾ വരുന്നത്. നേരത്തെ നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഒരു 12 ആളുകളെ അള്ളാഹു അയച്ചതൊന്ന് പരാമർശിച്ചു പോകുമ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് വിശദമായിട്ട് പിറകെ വരുന്നുണ്ട്. ആ ഭാഗം കൂടിയാണ് ഇന്ന് നമ്മൾ ഓതി വച്ച ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചുരുക്കി വിശദീകരിക്കാം. 20ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء وجعلكم ملوكا وآتاكم ما لم يؤت أحدا من العالمين. وإذ قال موسى മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം അള്ളാഹു ഒരു കഥ പറഞ്ഞു തരികയാണ്. നമുക്കതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിനു വേണ്ടി ലിഖൗമിഹി തന്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം ഇത് ഫിർഔന്റെ ഒക്കെ നാശത്തിന്റെ ശേഷമാണ്. ഫിർഔനൊക്കെ അള്ളാഹു തആല നശിപ്പിച്ച് നമുക്കെല്ലാം നിലക്കും നല്ല റാഹത്തായ അവസ്ഥ വന്നപ്പോൾ അത്തരം ഘട്ടത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങളാണ് ഇതിൽ പറയുന്നത്. മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ഖൗമി ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. എന്റെ ജനങ്ങളെ, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. ഇത് അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞു. എന്നിട്ടോ എന്തൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടത്? 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അംബിയാ മുർസലുകളെ അല്ലാഹു തആല കൊണ്ടുവന്നു. അവരോട് പറയണം, എന്റെ ജനതയോട് പറയണം, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർക്കണം. ഒന്ന്, നിങ്ങളിൽ നിന്ന് അംബിയാക്കളെ അല്ലാഹു തആല കൊണ്ടുവന്നു. വജഅലകും മുലൂക, നിങ്ങളെ രാജാക്കന്മാരാക്കി. എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറയാം. പിന്നെ വആതാകും മാ ലം യൂതി അഹദം മിനൽ ആലമീൻ, ലോകരിൽ ഒരാൾക്കും നൽകാത്തത് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകി. ലോകരിൽ മാനവരിൽ ആർക്കും നൽകാത്ത ചിലത് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകി. ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം ട്ടോ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇതിപ്പോ മൂസാ നബി തങ്ങൾ തന്റെ അനുയായികളോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ തള്ളരുതേ. ഇതെന്തിനാ പറയുന്നത് വെച്ചാല് നമ്മള് അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളിലേക്ക് ചേർത്തുകയാണെങ്കിൽ ഖുർആൻ തന്നെ പറഞ്ഞ എന്താ, നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയൂല എന്നാണ്. നിങ്ങൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എങ്ങനെ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ 1, 2 അത് ഇത് അങ്ങനെ ആവുമ്പോ അത് ഒരിക്കലും നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയാത്ത അത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ കഴിയുന്ന രൂപത്തിൽ നന്മ ചെയ്യുമ്പോൾ അപ്പോഴാണ് അള്ളാഹു തആല നമുക്ക് ഏറ്റിത്തരാ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാഹനങ്ങളിലൊക്കെ ഓട്ടോറിക്ഷന്റെ മുകളിലും കാറിന്റെ ഗ്ലാസുമ്മലും ബസ്സിന്റെ ഗ്ലാസ്സിലും ഒക്കെ മൊത്തത്തിൽ ഇപ്പൊ എഴുതുന്നുണ്ട് ഒരായത്തേത്. അതുണ്ട്. അതെ, ലഇൻ ശകർത്തും ലഅസീദന്നക്കും, ലഇൻ ശകർത്തും ലഅസീദന്നക്കും. ഇന്നലെ ഞാൻ മുണ്ടുപറമ്പുന്നൊരു ഓട്ടോറിക്ഷ വേണം. ആ എഴുതിയതൊക്കെ വേവാണ്. ലഇൻ ശകർത്തും എന്ന് എഴുതേണ്ടത് ലാന്ന് അങ്ങനെ എഴുതിയിട്ട് ഇൻ ശകർത്തും എന്നൊക്കെ വേറെ എഴുതിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അർത്ഥം ഭയങ്കര മാറ്റം വരും. അത് നമ്മൾ എഴുതണം എന്നില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ മതി. ഈ എഴുതൽ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ എന്താ വെച്ചാൽ ഖുർആന്റെ ആയത്തൊക്കെ ആവുമ്പോൾ അത് അതിൻ്റെതായ ആ ഒരു പിന്നെ അതിനൊരു തഴലീമുണ്ട്. അത് നൽകാൻ പലപ്പോഴും നമുക്ക് സാധിക്കൂല വണ്ടിമേലൊക്കെ. അതുകൊണ്ട് അതന്നെ അത് അങ്ങനെ ഉണ്ട്. അതിന്റെ പണിയൊക്കെ എടുപ്പിക്കുന്ന സമയത്ത് അത് നമ്മൾ ഇത് വീടുമ്പോൾ തവക്കലത്തുള്ള നോക്കും പോലെയാണ്.
അത് ചിലപ്പോൾ പിന്നെ വീട് മാറി നമ്മൾ വെച്ചിട്ടുണ്ടാവും. പിന്നെ മറ്റേ തേപ്പാരി വരുമ്പോൾ അത് ചുറ്റി കൂട്ടിയൊരു ഏറുണ്ടാവുമല്ലോ. ഇപ്പം അതിൻ്റെ വലിയ ഗൗരവമൊന്നും അറിയില്ല. ഭക്ഷമ തവക്കലത്ത് അലല്ലാന്ന് എഴുതിയിട്ടുണ്ട്. ആ ഗ്ലാസ് കൊണ്ടുപോയി ചാരി വെച്ചിട്ടുണ്ടാവും. പണിയെടുക്കേണ്ട ആൾ ചിലപ്പോൾ ആ മുസ്ലിം ആയിക്കാരം. ഓനതിൻ്റെ ഇതൊന്നും അറിയില്ല. ഓനത് DTP എടുത്തുകൊണ്ട് ഒരു പേപ്പർ കൊടുത്തേക്കാരം. ഓൻ ചിത്രം വരക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങട്ടാ വരക്കുന്നുണ്ട്. എഴുതി കഴിഞ്ഞാൽ അത് തവക്കലത്ത് അലല്ലേ കാരണം ഇവിടെ നിന്ന് അങ്ങട്ടാ പോകണ്ടേ. ചിത്രം വരക്കുന്ന പ്രശ്നം അങ്ങനെ എഴുതി ഒന്ന് അതിലുള്ള ആയിരിക്കും എഴുതിയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തഴലീമുമാണല്ലമല്ല എന്നുള്ള അതിന് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് സാധിക്കാത്ത അവസ്ഥ വരും. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇത് വെക്കുന്ന അവസ്ഥ ഉണ്ടായാൽ. അപ്പോൾ പ്രധാനം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ബോധം നമുക്ക് ഉണ്ടാകുക എന്നുള്ള അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ ആയത്തുള്ളത് നിങ്ങൾ നന്ദി ചെയ്താൽ ഞാൻ ഏറ്റി തരൂട്ടോ, അത് ഗ്യാരണ്ടിയാണ്. ലൈൻ ശകർത്തും ലഅസീദന്നക്കും. അത് വാക്കാണ്. അല്ലാഹു തആല ഒരു വാക്ക് പറഞ്ഞാൽ ലംഘിക്കൂല. ഖായിമൻ ബിൽ ഖിസ്ത് എന്നാണ്. അപ്പോൾ നീതിപാലകനാണ്. അത് നീതിയോടുകൂടെ നടപ്പിലാക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ നന്ദിയെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് പറയുന്നുണ്ട്. അനുഗ്രഹത്തെ പറ്റി പറയുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു തരുന്നുണ്ട്. ചിലത് വലിയ വലിയ അനുഗ്രഹങ്ങളായിരിക്കും. വലിയ അനുഗ്രഹങ്ങൾ. അതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സമാധാനം എന്നുള്ളത്. അല്ലാഹു തആല നമുക്ക് സമാധാന അന്തരീക്ഷം നൽകുക, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക, ശത്രുക്കളെ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുക, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് അള്ളാന്റെ വലിയ നിയമത്താണ്. അമ്ന് എന്ന് പറയും. ഈമാനായി എന്ന് ഒന്നാണ്. നമുക്ക് ഈ ആരാധനയിൽ പോലും നമുക്ക് അള്ളാഹനെങ്ങനെ ശ്രദ്ധിച്ച് അതിലൊക്കെ ഒരു ആത്മാർത്ഥത കിട്ടണമെങ്കിൽ അതിനും വേണം നല്ലൊരു അന്തരീക്ഷം വേണമല്ലോ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഏത് നിമിഷവും ഇത് പൊളിഞ്ഞാടാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇതൊന്നും മുറുകൂല, ഒന്നും മനസ്സിൽ കയറൂല. ശരിക്കും നല്ലതാണ് തന്നെ കാരണം. അപ്പോൾ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ പ്രശ്നമല്ലോ അല്ലേ. ഇപ്പം നമുക്ക് തന്നെ വെള്ളിയാഴ്ച ജനറൽ ബോഡിയാണ്, കച്ചറ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ സെക്രട്ടറിൻ്റെ ചുമ എന്തായിരുന്നാലും ഒന്ന് പോയിക്കോ. എന്തൊക്കെ ചോദ്യങ്ങളെ വരികയാവോ തന്നെ. ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അന്ന് മുഴുവൻ ചിന്തതയ്ക്കാരം കുത്തുബോധമുള്ളത് തന്നെ കറി യുവന്നാസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് കഴിഞ്ഞിട്ടണം എന്നുള്ളൊരു ചിന്ത. കാരണം ഒച്ചപ്പാടാക്കാൻ മാത്രം അതിന് വലിയ വിവരം വേണ്ട. ഒച്ചപ്പാടുണ്ടാക്കാൻ വിവരം വേണ്ടല്ലോ, ചോദ്യം ചോദിക്കാനും വലിയ വിവരം വേണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് ഏത് കാര്യത്തിനും അങ്ങനെയാണ്. അപ്പോൾ അന്ന് വളരെ പ്രധാനമാണ്. ഉള്ള അമലൊക്കെ ഒന്ന് ശരിയാക്കാനും ഇതൊക്കെ അള്ളാഹു ചെയ്തെന്ന. എന്നാൽ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഒന്ന് പറയുന്നെന്താ, നിങ്ങൾക്ക് പ്രവാചകന്മാരയച്ചു എന്ന് പറഞ്ഞാല് എന്താ ഇതിന്റെ ഉദ്ദേശം എന്നറിയങ്ങൾ. ഇപ്പോൾ ഇസ്രായേലികളോടാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഇസ്രായേൽ എന്നുള്ളത് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് യൂസുഫ് നബി ഉണ്ടായി. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ ആ പരമ്പരയിൽ വന്നു. ഒരുപാട് പ്രവാചകന്മാർ വന്നു. അപ്പോൾ ഇത് അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹം. അത് ഇവരോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തുദ്ധരിക്കുകയാണ്. എത്ര നബിമാർ ഇങ്ങൾക്ക് വന്നു നിങ്ങളീന്ന്, നമ്മളീന്നുള്ളതാണ്. അത് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രയോഗമാണ്. അത് കൂടുതൽ വല്ല മനസ്സിക്ക് കിടക്കാൻ വേണ്ടിയുള്ളൊരു പ്രയോഗമാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തെന്നു. നിങ്ങളിൽ നിന്ന് പ്രവാചകന്മാരെ അല്ലാഹു തആല കൊണ്ടുവന്നു എന്നാണ്. ഇസ്രായേലി പ്രവാചകന്മാർ ഒരുപാട് വന്നു. അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ഒരുപാട് പ്രവാചകന്മാർ. അതാണ് ഒന്നാമതായിട്ട് എടുത്തു പറഞ്ഞത്. രണ്ടാമതായിട്ട് പറയുന്നത് വജഅലകും മുലൂകാ, നിങ്ങളെ രാജാക്കന്മാരാക്കി. അതിന്റെ ഉദ്ദേശം എന്താ? അതിന്റെ ഉദ്ദേശം എന്താ പറയാ? ഒന്ന്, രാജാക്കന്മാരാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നതും ഇന്നിപ്പോൾ അറബ് ലോകത്തൊക്കെ പോലുള്ള രാജാക്കന്മാരാണെന്നാണോ? ഇന്നിപ്പോൾ രാജഭരണമാണെങ്കിലും ശരിക്ക് ഒരു ജനാധിപത്യം ഉണ്ട്. ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോടതിയും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആരെവിടെ അത് നടപ്പിലാക്കിയെന്നൊന്നും എന്ത് ചെയ്യില്ല, ഭരണാധികാരി പറയില്ല. അതിന് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് തന്നെ പോവുള്ളൂ. എന്നാൽ പ്രകടനം നടത്താനും മറ്റൊന്നും പറ്റൂല അറബ് ലോകത്ത്. അതിന്റെ മുമ്പത്തെ അവസ്ഥ എന്താ? രാജാക്കന്മാരെന്താണോ പറയുന്നത് അതന്നെ. കോടതിയൊക്കെ അയാൾ തന്നെ കാരണം. അതിന്റെ അപ്പുറത്തേക്ക് ആർക്കൊന്നും പറയാൻ കഴിയൂല. ആ ഉജ്ജര് രാജാവ് എന്ന് പറയില്ല നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ, എന്താ എന്നോടൊന്നും പറയാൻ പാടില്ല, ഇജ്ജ് രാജാവാ എന്ന് ചോദിക്കാൻ തന്നെ കാരണം അതാണല്ലോ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒന്നുകിൽ എന്താ അറിയോ, ഇസ്രായേലികളില് ഈ നാട്ടുരാജാക്കന്മാര് വ്യാപകമായിട്ട് വലിയ സംവിധാനങ്ങളൊന്നല്ലെങ്കിലും ഒരേ ഏരിയയിൽ ഇപ്പൊ ഒന്നുകൊണ്ട് നമ്മളെ ഇന്ത്യയിലൊക്കെ ചില സംസ്ഥാനങ്ങളിലുണ്ട് കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജുഡീഷ്യറിയും സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില നാട്ടുമൂപ്പന്മാരുണ്ടാവും.
അതാണല്ലോ ചില ഈ പിന്നെ ആസാമെന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ തൊഴിലിന് വന്നിട്ട് ഓൽക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഓരെയും കൊണ്ട് വലിയ ആംബുലൻസിൽ നമ്മൾ അങ്ങോട്ട് പോയാൽ നാട്ടുമൂപ്പം അവനെ തച്ചു പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ വരാൻ കൊടുക്കുക. അള്ളാഹു താല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കാരണം നമുക്ക് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ തൊഴിലാളികൾ പുറത്തുള്ളവരുണ്ടാവും. നമ്മളോടൊക്കെ പറഞ്ഞാൽ മാന്യത ഉണ്ടാവും. അവിടെ അങ്ങനെയല്ല. ഇലക്ക് പോസ്റ്റിൽ കെട്ടിയിട്ടിട്ട് തച്ച് കൊല്ലുകയാണെങ്കിൽ തച്ച് കൊല്ലന്നെ. പോലീസുകാർ വന്നാലും ഒരു മാറിക്കാം. അങ്ങനത്തെ ഒരു തീരെ ഒരു ഇതില്ലാത്ത കണ്ണുചോരല്ലാത്ത ഒരു അവിടെ നാട്ടുമൂപ്പൻ എന്താണോ പറയുന്നത് അയാൾ തന്നെ അതിൽ ഒരു തൈയും കാണിക്കൂല. ഒരു 100 ചാട്ടവാറടി കൊടുത്തളി എന്ന് പറഞ്ഞാൽ 100 ചാട്ടവാറടി അതങ്ങനെ അടിക്കന്നെ, അടിച്ചോട് തന്നെ അടിച്ചിട്ട് ആള് ജീവൻ പോയാലും നിർത്തൂല. അങ്ങനത്തെ നാട്ടുമൂപ്പന്മാരുണ്ട്. എന്ന് പറഞ്ഞ പോലെ നാട്ടുരാജാക്കന്മാർ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അനുഗ്രഹമായിട്ടെടുത്ത് പറയില്ല. അനുഗ്രഹമായിട്ടെടുത്ത് പറയില്ല. അപ്പോ അങ്ങനത്തെ രാജാക്കന്മാരാകാം ഉദ്ദേശം. അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശം എന്താ പറയുക, ഓനൊക്കെ ഇപ്പൊ ഒരു രാജാവല്ലേ. നമ്മൾ ചില ആൾക്കാരെ പറ്റി പറയില്ലേ, അതിന്റെ അർത്ഥം എന്താ? ഓനെ എവിടെ ഇപ്പൊ രാജാവുന്ന അല്ലല്ല. അതിന്റെ അർത്ഥം എന്താ? ഓന് ഭയങ്കര സൗകര്യങ്ങളായി, വീടായി, വാഹനായി, സൗകര്യങ്ങളായി. അപ്പൊ നമ്മൾ ചിലപ്പോ പറയും ഓനൊക്കെ ഇപ്പൊ രാജാവല്ലേ. അതാണ് അതിന്റെ ഉദ്ദേശം എന്നാണ്. ഇവർക്ക് ഒരു കാലത്ത് ഭയങ്കര അടിച്ചമർത്തൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടവര് അതിനുശേഷം അള്ളാഹു താല ഫിർഔനെ നശിപ്പിച്ചതിന്റെ ശേഷം മിസ്ർ അള്ളാഹു താല ഓൽക്കനെ കൊടുത്തു. അവിടെ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ. ഇവരുടെ ആദ്യം ആകം ഉണ്ടായിരുന്നത് ഈ കിബുദ്ധികളുടെ കൂട്ടത്തിൽ വ്യക്തിബന്ധത്തിന്റെ ഒക്കെ പേരിൽ നല്ല മനുഷ്യന്മാരുണ്ടാവും. അവർ കുറെ സ്വർണ്ണമൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചോളിയാണ് കൊടുത്തിരുന്നു. ആ സ്വർണ്ണാണ് പിന്നെ സാമിരി എന്താക്കിയത്, വാങ്ങിക്കാണ്ട് പശുക്കുട്ടിനെ ഉണ്ടാക്കിയത്. വേറെ ഒന്നുമില്ലായിരുന്നു ഈ പാവങ്ങൾക്ക്. പക്ഷെ ആ പാവങ്ങൾക്കാണ് അള്ളാഹു താല പിന്നെ എല്ലാം കൊടുത്തത്. രാജാക്കന്മാരെ പോലെ അതാണ്. പിന്നെ ഏറ്റവും വ്യത്യാസം ഉണ്ടാവുമല്ലോ, എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു താല പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹു താല അനുഗ്രഹം ചെയ്തു എന്ന് പറഞ്ഞാൽ വജഅലകും മുലൂക, നിങ്ങളെ അള്ളാഹു താല രാജാക്കന്മാരാക്കി. മാത്രമല്ല വആതാകും മാ ലം യുഅതി അഹദൻ മിനൽ ആലമീൻ, ലോകരിൽ ഒരാൾക്കുമില്ലാത്തത് അള്ളാഹു താല നിങ്ങൾക്ക് നൽകിയെന്ന്. ലോകരില് ഒരാൾക്കും നൽകാത്ത നിങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞാല് അത് ഒന്നെന്താ വെച്ചാല് ചെങ്കടൽ കടന്നു പോയ സംഭവം ഓൽക്ക് മാത്രം കിട്ടിയതാണ്. ഒരൊറ്റടിക്ക് കടൽ പിളർന്നിട്ട് അതും 12 വരിപ്പാതയായി പ്രത്യക്ഷപ്പെട്ട് ചളിവിളില്ലാതെ നോക്കൂ, കാല് കണ്ട് വഴുതി പോകുന്ന അവസ്ഥ ഒന്നുമില്ല. കടലിലാണ് വഴി പ്രത്യക്ഷപ്പെട്ടത്. ചുടുക്കാറ്റടിപ്പിച്ച് ഉണങ്ങിയ അവസ്ഥയിലാക്കിയിട്ട് നല്ല പ്രതലാക്കി. എന്നിട്ട് അതിലൂടെ ഇവര് 6.25 ലക്ഷം ആൾക്കാർ കടന്നുപോയി. ഇത് ഈ ഒരു അനുഗ്രഹം വേറെ ആർക്കും കിട്ടാത്തതാണ്. നമുക്കൊന്നും ഇപ്പൊ അങ്ങനൊന്നുമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആദ്യം പ്രയാസം വന്നിട്ടുള്ളത് ഇത് കിട്ടുന്നത്. എന്നാലും അള്ളാഹുവിന്റെ വലിയ നിഴമത്ത് വലിയ കിട്ടിയതാണ്. ഇതാണ് ലോകരിൽ വേറെ ആർക്കും ഇല്ലാത്തതെന്ന് പറഞ്ഞത്. പിന്നെ നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നായിട്ട് ശത്രുക്കളെ അള്ളാഹു തആല മുക്കിക്കൊന്നു. അത് ഓൽക്ക് മാത്രമല്ല, ഫിറൗനെയും അവന്റെ അനുയായികളെയും അള്ളാഹു തആല മുക്കിക്കൊന്ന സംഭവം. പിന്നെ മറ്റൊന്ന്, ഈ 6.25 ലക്ഷം ആളുകൾ കടല് കടന്ന് പിന്നെ സീന മരുഭൂമിയിൽ അലയുന്നൊരവസ്ഥ ഓൽക്കുണ്ടായപ്പോ, കടുത്ത വെയിൽ വന്നപ്പോ അവർക്ക് പ്രത്യേകം അള്ളാഹു മേഘത്തണലിട്ട് കൊടുത്തത് അതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്നാണ്. ലോകരിൽ ആർക്കും കിട്ടാത്തത് അള്ളാഹു താല നിങ്ങൾക്ക് തന്നില്ല പറഞ്ഞാല് ആ മേഘം കൊണ്ട് അള്ളാഹു താല തണലിട്ടു. നമ്മൾ കൊടയൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് പോലെ ഇവരിങ്ങനെ പോകുമ്പോൾ ഇവരുടെ മുകളിൽ പ്രത്യേക ഒരു തണല്. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ്. പിന്നെ മറ്റൊന്ന്, ലോകത്ത് ആർക്കും കിട്ടാത്തത്, തണലൊക്കെ ചിലപ്പോൾ വേറെ നിലക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ആർക്കും കിട്ടാത്തൊരു സംഗതിയാണ് നേരെ അള്ളാഹു താല ഈ മണ്ണ് സെൽവ 2 കാര്യങ്ങൾ ഇറക്കി കൊടുത്തു. കാടമ്മ കിട്ടിയിട്ടുണ്ടാവും, അത് നമ്മൾ വളർത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, ഫാമിൽ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണം. അതിൽ ചിലപ്പോൾ കൃത്രിമമായിട്ടൊക്കെ ചിലപ്പോൾ തീറ്റ കൊടുത്തിട്ടോ ഇഞ്ചക്ഷൻ ചെയ്തിട്ടോ ഒക്കെ ചിലപ്പോൾ വീർപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും. എന്നാൽ നല്ല ഫ്രഷ് സാധനം
കാട, ഒരു തരം തേന്. സാധാരണ നമ്മൾ കാണുന്ന തേനല്ല, വെള്ള നിറത്തില് ഐസ് മോഡല്. എന്നാൽ അത് ഉപയോഗിച്ചാൽ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല മധുരം. മഞ്ഞ്, ഈ മണ്ണും സെൽവയും അള്ളാഹു താല ഇറക്കി കൊടുത്തു. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലേ, എന്നിട്ട് ഒരു വിലങ്ങടിക്കാൻ. അതാണ് പറയാൻ കാരണം, പറഞ്ഞാലാണ് കേൾക്കൂല. ഞാൻ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അടുത്ത ആയത്തിലൂടെ വരികയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടും എന്താണ് ഇങ്ങനെ? നോക്കൂ, മൂസാ നബിയെ പ്രബോധനത്തില് വിഷയത്തില് അള്ളാന്റെ പ്രവാചകന്മാരിൽ വലിയൊരു മാതൃകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തോ ഒരു ക്ഷമയാണ് അറിയങ്ങള്. ഇവരങ്ങനെയൊക്കെ ആയിട്ടും മഹാനവറുകള് പ്രകോപിതനാകാതെ, ഇവർ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ കഥ പറഞ്ഞ പോലെ ഒറ്റടിക്ക് ഒരാളെ മയ്യത്താക്കിയല്ലോ. എന്നാലും നല്ല പരിശീലനാണ് 10 കൊല്ലത്തെ ആട് ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത്. ആട് ജീവിതമല്ല കേട്ടോ, ആട് ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കഷ്ടപ്പെടാം. അങ്ങനല്ല, മൂപ്പർക്ക് ഭക്ഷണം കാര്യങ്ങളും താമസമൊക്കെ ഉണ്ട്. പക്ഷെ ആടുകളെ നോക്കി പിന്നെ ഇടപഴകി ജീവിച്ചതുകൊണ്ട് മൂപ്പർക്ക് ഞാൻ എന്തും കൈകാര്യം ചെയ്യാനുള്ളൊരവസ്ഥയിൽ മൂപ്പരെത്തി. അതുകൊണ്ട് നമുക്ക് അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു പ്രബോധകനെ നല്ല ക്ഷമ വേണ്ടി വരും, നല്ല ക്ഷമ. ഒരു പ്രബോധകന്, ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവന് എന്ത് ചെയ്യണം? അത് ആളുകളെ തെളിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായിരുന്നാലും നല്ല കാഴ്ചപ്പാടും നല്ല ക്ഷമയും അടക്കണം. ആളുകൾ അത്തരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കും, സാധാരണക്കാർ പ്രത്യേകിച്ചും. ഒരു ചിലപ്പോൾ പലതും പറയും, പലതും ചെയ്യും. ഒരിക്കലും ഗൗരവം എന്നറിയില്ല, ഇത് അയാളോട് പറയാൻ പാടില്ല, അദ്ദേഹത്തിന് മുന്നിൽ പറയാം, ഇതൊന്നും ഒരിക്കൽ കാഴ്ചപ്പാടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഓൽക്ക് പണിയെടുക്കാൻ നിന്നാൽ പ്രശ്നമാവും. അപ്പോൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യാൻ കഴിയണം. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന സന്ദേശം. ഐഡിയപൂർവം അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാണ്? അവരെ നന്ദിയുള്ളവരാക്കി എടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് മഹാനവറുകൾ ചെയ്യുന്നത്. അതാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഓർക്കൂ. അവൻ നിങ്ങളിൽ നിന്ന് അമ്പിയാക്കളെ കൊണ്ടുവന്നില്ലേ, അതുപോലെ നിങ്ങളെ രാജാക്കന്മാരാക്കി. ആർക്കും ലോകരിൽ ഒരാൾക്കും കൊടുക്കാത്തതിനെ അള്ളാഹു നിങ്ങൾക്ക് നൽകി. ഒരാൾക്കും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു താല നിങ്ങൾക്ക് നൽകി. എന്നിട്ടും എന്തെങ്ങനെയെന്ന് ഇനി പറയാൻ പോകേണ്ടത് ബൈത്തുൽ മുഖദ്ദസിന് നല്ല സമയത്താണ് ഈ വിഷയം വരുന്നത്. ഇനി പറയാൻ പോകുന്ന ആയത്തിൽ പറയുന്ന സംഭവം എന്താ അറിയങ്ങള്? പിന്നെ ഫിർഔനൊക്കെ നശിപ്പിക്കപ്പെട്ടതിന്റെ ശേഷം നമ്മൾ പണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുന്നാണ് ഇനി പറയാൻ പോകേണ്ട വിഷയം തുടങ്ങുന്നത്. ഫലസ്തീന്റെ അടിസ്ഥാനം, അതായത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ഒരു വാക്ക് പറഞ്ഞിരുന്നത്രേ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഫലസ്തീനിലേക്ക് തന്നെ നിങ്ങൾ പോകും, അത് നിങ്ങളെ കീഴിൽ വരുന്ന യാക്കൂബ് നബിക്ക് ഒരു വാക്ക് കൊടുത്തു. അതിന്റെ കാരണം എന്താ വെച്ചാല്, പണ്ട് ചരിത്രത്തിൽ യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞെടുത്ത് സൂറത്ത് യൂസുഫിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഓർമ്മ ഉണ്ടാവും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രിന്റെ ഭരണം ഏറ്റെടുത്ത്, ആ ചരിത്രം നമുക്കറിയാലോ. തന്റെ സഹോദരങ്ങള് അങ്ങനെ പിന്നെ ധാന്യം വാങ്ങാൻ വന്ന് തിരിച്ചറിഞ്ഞ് 1-2 ഘട്ടം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പിന്നെ യാക്കൂബ് നബി അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അന്ന് യാക്കൂബ് നബി എവിടെയായിരുന്നു? ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു. ചിലപ്പോൾ സിറിയയിലായിരുന്നു. കാരണം അന്നൊന്നും തന്നെ കേട്ടോ, അന്ന് ഷാം എന്ന് പറയുന്നതും ഒക്കെ കൂടി കിടക്കുന്നതാണ്. പിന്നെയാണ് ഈ വേർതിരിവുകളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർക്കിടയിൽ ചിലയിടത്ത് പിന്നെ ഷാമിലാണെന്ന് കാണും, ചിലയിടത്ത് ഖുദ്സിലാണെന്ന് കാണും, ചിലയിടത്ത് ബൈത്തുൽ മുഖദ്ദസിലാണെന്ന് കാണും. ഇതൊക്കെ സത്യത്തിൽ ഒന്ന് കൂടി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സിറിയയുടെ ഒരുപാട് ഭാഗം വന്ന് പിന്നെ ഫലസ്തീന്റെ ഭാഗമായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചരിത്രകാരന്മാർക്കിടയിൽ വന്നത്. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത് ഫലസ്തീനിലാണ്. അങ്ങനെയാണ് പിന്നെ അള്ളാന്റെ നിർദ്ദേശപ്രകാരം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിയോട് കൊണ്ടുവരേണ്ടത് മിസ്രക്ക്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? നമുക്കിങ്ങനെ തോന്നും ചിലപ്പോൾ, എന്ത് മിസ്രിലെ അധികാരം നടത്തുന്ന യൂസുഫ് നബിക്ക് എന്താപ്പോ തന്റെ ആ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് തൊട്ടപ്പുറത്ത് പോയാല് ഈജിപ്തിന്റെ അടുത്ത് തന്നെ ഉള്ളത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി നോക്കിക്കൂടായിരുന്നോ? അള്ളാന്റെ അനുമതി ഇല്ലാതെ അവർക്ക് പറ്റൂലല്ലോ, അനുമതി ഇല്ലാതെ പറ്റില്ല. അതിന് ഒരു ടൈം റബ്ബ് കണക്കാക്കിണ്ട്, അതുവരെ അങ്ങനെ തന്നെ പോകണം, മാറ്റം വരുത്താൻ പാടില്ല. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്രയും താമസിച്ചു.
അങ്ങനെ യാക്കൂബ് നബിയെ എവിടേക്ക് കൊണ്ടുവന്നു? മിസ്ർക്ക് കൊണ്ടുവന്നു. ശരിക്ക് യാക്കൂബ് നബി മിസ്റുകാരനല്ല, പക്ഷെ അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പിന്നെ ഇത് നടത്തുമ്പോൾ കൊണ്ടുവന്നു. അങ്ങനെ അവർക്ക് അവിടെ ഭയങ്കര സ്ഥാനായി. അങ്ങനെ യാക്കൂബ് നബിയുടെ മക്കള് അവരെ മക്കള് ആണ് പെരുത്തു. അതാണ് ഇപ്പൊ ഇസ്രായേലികൾ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ ഈ യാക്കൂബ് നബിയുടെ മക്കളാണ്. പക്ഷെ അന്ന് അല്ലാഹു തആല യാക്കൂബ് നബിയെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോ മിസ്റിലാണെങ്കിലും പിന്നെ ഫലസ്തീന് നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ യൂസുഫ് നബി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, യാക്കൂബ് നബി ഇവിടെ പറഞ്ഞു. കാലം അങ്ങനെ കഴിഞ്ഞുപോയി, ഒരുപാട് കഴിഞ്ഞുപോയി, കുറെ പുറത്തു പോതും. ഇനി ശ്രദ്ധിക്കുക, ഇപ്പൊ മൂസാ നബിന്റെ അടുത്ത കാര്യങ്ങൾ. ഈ യാക്കൂബ് നബിയുടെ സന്താനങ്ങൾക്ക് യൂസുഫ് നബി ഉള്ള കാലത്ത് മിസ്റിൽ ഭയങ്കര സ്ഥാനമാണ്. കാരണം യൂസുഫ് നബിന്റെ ബാക്കിയല്ലേ. യൂസുഫ് നബി അത്രയും നാടിനെ സംരക്ഷിച്ച ഒരാളാണ്, ശരിക്ക് കൃത്യമായിട്ട് അധികാരം നടത്തിയ ആളാണ്. പക്ഷേ യൂസുഫ് നബിയുടെ മരണത്തിന്റെ ശേഷം കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞു. എല്ലാ കാലത്തും നമുക്ക് ഒരേ ഐശ്വര്യം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അല്ലെ. ഓലെ വല്ലിപ്പൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഓലെ ആരെയും പറക്കേനു ഈ നാട്ടിൽ അറിയും. ചിലപ്പോ അതങ്ങനെ തന്നെ, ചിലപ്പോ അങ്ങനെ നിലന്നു പോകും, ചിലപ്പോ അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. ഇവിടെ സംഭവിച്ചെന്താ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിന്റെ ശേഷം പിന്നെ ഫറോവമാര് അധികാരത്തിൽ വന്നപ്പോ ആകെ തകിടം മറിഞ്ഞു. നമ്മൾ വന്ന് വാർത്താണെന്നുള്ള ഒരവസ്ഥയിലെത്തി. ഇസ്രായേലികൾ വന്ന് വാർത്തതാണെന്നുള്ളത് വന്നു. അപ്പൊ അങ്ങനെ ഒരു രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റി. പിന്നെ അവരെ മോചനത്തിനാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. അവസാനം അവരെയും കൊണ്ട് ഹിജ്റ പോയി. അങ്ങനെ പിന്നെ ചെങ്കടലിന്റെ അരികത്ത് എത്തിയതും ഫിറോൻ പിന്നാലെ കൂടിയതും അല്ലാഹു തആല അവരെ നശിപ്പിച്ചതും. ഇനിയിപ്പോ എന്താ വിഷയം എന്നറിയങ്ങള്? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ നിർദ്ദേശപ്രകാരം തന്റെ അനുയായികളോട് പറയാണ്, പണ്ട് യാക്കൂബ് നബിനോട് പറഞ്ഞിനല്ലോ ഫലസ്തീൻ നിങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞു, നമുക്ക് ഇവിടെ പ്രവേശിക്കണം. എവിടെ? ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് പോകണം എന്ന് ഇവരോട് പറയണം. അപ്പൊ അന്ന് ഈ ബൈത്തുൽ മുഖദ്ദസ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം, അവിടെ ഉണ്ടായിരുന്ന വിഭാഗം ഭയങ്കര അക്രമകാരികളാണ്. ജബ്ബാർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കിന്റെ പേരാണ്. ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഓരോ മോശപ്പെടുത്തിയിട്ട്. ജബ്ബാരീനാണ്, ഭയങ്കര അക്രമകാരികൾ എന്ന് പറഞ്ഞാല് ഒരു ഭയങ്കര ആരോഗ്യവും ആഴും നീളമുള്ള പെടോ മനുഷ്യന്മാരായിരുന്നു, മഹാക്രമകാരികളാണ്. അവരെ അവിടുന്ന് തുരത്തിയിട്ട് ബൈത്തുൽ മുഖദ്ദസ് അള്ളാന്റെ ഭവനം സംരക്ഷിക്കണം. അതിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയാണ്. അപ്പോ ജനങ്ങൾ പറയാണ്, ഏയ് നാട്ടൊന്നും പോകാൻ പറ്റൂല, ഒരു പേടിയാണ്, പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ഇപ്പൊ നമ്മളെ നബിതങ്ങളൊക്കെ ഒരു യുദ്ധത്തിനാണ് പോകണം എന്ന് പറഞ്ഞാല് ഒരാള് എതിര് പറയില്ലേ. സ്വഹാബത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഒരാളെതിര് പറയില്ല. അത് മുത്തുനബി പറഞ്ഞോ കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ ചിലവർ പദർശൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളവരാണ് പ്രസംഗിച്ചിട്ടുമുണ്ട്. മൂത്തതി യുദ്ധത്തിലൊക്കെ അങ്ങനെയാണ്. ലക്ഷക്കണക്കിന് ശത്രുക്കളെ കണ്ടപ്പോൾ 3000-ഓളം വരുന്ന നമ്മളെ സേന തിരിച്ചു പോയാലോ, കുറച്ചും കൂടി അറബ് ഗോത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് ശക്തി സംഭരിച്ച് വരാന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് അങ്ങവലല്ലല്ലോ നമ്മളായുധം, അങ്ങവലല്ലല്ലോ നമ്മളായുധം, നമ്മളായുധം ഈമാനാണല്ലോ, അതിലെല്ലാവരും ഈമാനാണ്. ഇവരങ്ങനല്ല, ഇവര് പറയാണ് അതെങ്ങനെ നമ്മളെ കൊണ്ട് കഴിയോ? അതില് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു പറയുന്നത്? ഇതാണ് നമ്മളൊരു 12 ആൾക്കാരെ പറഞ്ഞത്. ഇവരെ കൂട്ടത്തില് നല്ല ത്രാണിയും കഴിവും മനക്കരുത്തൊക്കെ ഉണ്ട് എന്ന് മൂസാ നബിക്ക് മനസ്സിലായ 12 പ്രമുഖരെ മൂസാ നബി വിളിച്ചു ചേർത്തി. 12 ആൾക്കാർ. ഈ 12 ആൾക്കാരെ വിളിച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അത്രേ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം ബൈത്തുൽ മുഖദ്ദസിലൊന്ന് പോയിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് അന്വേഷിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന എന്ത് നിങ്ങൾ അവിടെ കണ്ടാലും അത് നിങ്ങൾ ഒരിക്കലും ആരോട് പറയരുത്, ജനങ്ങളോട് പറയരുത്.
ജനങ്ങളോട് നിങ്ങൾ നല്ല എന്ത് നമ്മൾ അവിടെ തകർച്ച നമുക്ക് ഉണ്ടാവും നിങ്ങൾക്ക് തോന്നിയാലോ, അവർ എത്രമാത്രം ശക്തരാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും അത് നിങ്ങൾ ആരോട് പറയരുത്, ജനങ്ങളോട് പറയരുത്. ജനങ്ങളോട് എന്തെങ്കിലും നിങ്ങൾ പറയണം, അത് അവരെ നമുക്ക് നേരിടാൻ കഴിയും, ആ രീതിയിൽ തന്നെ നിങ്ങൾ പറയണം എന്നാണ്. അപ്പോൾ ഓല് പറഞ്ഞു അത് ഞങ്ങളെ ഏറ്റോളാ. ഓല് വലിയ ധൈര്യം പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പിന്നെന്തായി, ഇതിന്മേൽ രക്ഷപ്പെടുന്നു കരുതി. അങ്ങനെ 12 ആൾക്കാർ ഒരു പുറപ്പെട്ടു, ഫലസ്തീനിൽ പോയി. ഫലസ്തീനിൽ പോയി സ്ഥിതിഗതികളൊക്കെ കണ്ടപ്പോ പിന്നെ ഓലൊന്നു കൂടി. അപ്പൊ അതില് യൂഷ എന്ന് പറയുന്ന ഒരു 12 ഒരാളും അതുപോലെ തന്നെ വേറെ പിന്നെ ഒരാളും, 2 ആളുകൾ ഖുർആൻ അവരെ പ്രത്യേകം പിന്നെ എടുത്തു പറയുന്നുണ്ട്. കാലബ് എന്ന് പറയുന്ന ഒരാളും. ഓല് 2 ആളും പറഞ്ഞു നമുക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും മൂസാ നബി നമ്മളോട് പറഞ്ഞെന്താ, ഇവിടുത്തെ ഗൗരവം ജനങ്ങളോട് പറയരുത്, ഓൽക്ക് നിരാശ വരും, ഒരു നമ്മളൊപ്പം പോരൂല. മൂസാ നബി പറഞ്ഞ പോലെ നമുക്ക് ഇവിടുത്തെ അവസ്ഥ ഒന്നും അവരോട് പറയണ്ട, അവിടെ ഒരു പ്രശ്നമില്ല, നമുക്ക് ധൈര്യമായിട്ട് പോകാന്ന് പറയാം. പക്ഷെ 10 പേര് പറഞ്ഞു ശരിയാവൂല. ഒരു വലിയ ധൈര്യം പറഞ്ഞു അവസാനം ഓർക്ക് പിന്നെ ആരെങ്കിലും ധൈര്യം കൊടുക്കേണ്ട അവസ്ഥ. അത് ലോട്ടറി അടിച്ച കഥ പറഞ്ഞെടുത്തേ, 50 ലക്ഷം ലോട്ടറി അടിച്ചപ്പോ ആ അടിച്ച ആൾക്ക് ശരിക്ക് അറ്റാക്ക് ഒരട്ടം കഴിഞ്ഞതാണ്. അയാൾക്ക് സന്തോഷം കൂടിയാലും ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോഴല്ലേ വേറെ ഹാജരാക്കാനെ ഏൽപ്പിച്ചത്, നിങ്ങളെ മട്ടും പോലെ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു ഒപ്പിച്ചോളാൻ തന്നെയാണ് ഇയാൾ പോയത്. അയാളെ പറഞ്ഞു. അയാൾ പോയിട്ട് മറ്റയാളോട് ഐഡിയപൂർവ്വം പറയാണ്, അല്ല എനിക്കിപ്പോൾ ഒരു 50 ലക്ഷം ഉറുപ്പ്യ ലോട്ടറി കിട്ടിയെന്ന് വെച്ച് ഇങ്ങനെ സങ്കല്പിച്ചൊക്കെ പറഞ്ഞ് അതിക്ക് എത്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പറയേണ്ട കാര്യമാണ്. അങ്ങനെ എനിക്ക് കിട്ടിയ എന്താ ചെയ്യാ. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കങ്ങനെ 50 ലക്ഷം അടിച്ചാൽ 25 ലക്ഷം ആചാര്യങ്ങൾക്കാണ്. അപ്പോഴും അയാൾക്ക് അടിച്ചത് അയാൾ അറിയില്ല. കാരണം അതില് ഹാജരാണ് വീണു പറഞ്ഞു. മറ്റേയാൾ വീഴാതിരിക്കാൻ പറഞ്ഞ വെച്ചാണ്. അയാൾക്ക് 25 ലക്ഷം ഉറപ്പാകല്ലോ. എനിക്കങ്ങനെ 50 ലക്ഷം അടിച്ചാൽ 25 അപ്പം തന്നെ ഞങ്ങൾക്ക് തരുന്ന എന്നോട് ഇയാൾ വീണു. മറ്റയാൾ വീഴാതിരിക്കാൻ പറഞ്ഞതാണ്. ഇതേ അവസ്ഥ ഇവരെ പറഞ്ഞത് ആളുകൾക്ക് ആത്മധൈര്യം കൊടുക്കാനാണ്. പക്ഷെ 10 പേരും കൂറുമാറിയെന്ന് മാത്രമല്ല, ഇനി പറയാൻ വേണ്ട സംഭവം അതാണ്. ഇവര് നാട്ടിൽ തിരിച്ചു വന്നിട്ട് നടന്നാണ് പറയലോടെ കൊണ്ടോ. മൂസാ നബി വിളിക്കും, നമ്മൾ പോകരുത്, അവിടുത്തെ ആളുകൾ ജബ്ബാരിയങ്ങളാണ്, ഞങ്ങൾ ഓരെ നേരിട്ട് കണ്ടതാണ്, ഓരോടും ഇത് കൂട്ടിയാൽ കൂടൂല എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്തു പറഞ്ഞു. അതോടുകൂടെ ആളുകൾക്ക് ആണ് ആത്മധൈര്യം പോയി. മൂസാ നബിയോട് ഇവര് വെല്ലുവിളിക്കുകയാണ്. എന്തുണ്ടായത് അതാണ് ഇനി പറയുന്നത്. നോക്കൂ, അടുത്ത ആയത്തിൽ അതാ പറയുന്നത്. യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. യാ ഖൗമി, മൂസാ നബി പറയാണ്, എൻ്റെ ജനങ്ങളെ, ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ, പരിശുദ്ധമായ ഫലസ്തീനിലേക്ക്. അവിടെ ഫലസ്തീൻ എന്ന് പറയുന്നില്ലെങ്കിലും അതാണ് ഉദ്ദേശം. മുഖദ്ദസത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അതാണ്. പരിശുദ്ധമായ ആ നഗരത്തിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക്, ആ ഭൂമിയിലേക്ക്, ആ മണ്ണിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാലും അല്ലതീ കതബല്ലാഹു ലക്കും, അത് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചതാണ്, എഴുതിയതാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു, അതാണ് യാക്കൂബ് നബിയോട് അള്ളാഹു താല വാഗ്ദത്തം ചെയ്തത്. ഇന്നത്തെ യഹൂദികൾ ഞങ്ങളെ വാഗ്ദത്ത ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതും ഇതും ഒരു ബന്ധമില്ല. യാക്കൂബ് നബി നമ്മളെ പ്രവാചകനാണ്. യാക്കൂബ് നബി അവിടുന്ന് മിസ്രിലേക്ക് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞത്. അതായത് അള്ളാഹ്ക്കറിയാലപ്പോൾ വരാൻ പോണ്ട കാര്യങ്ങളൊക്കെ ആ നിലക്ക് പറഞ്ഞതാണത്. അപ്പോൾ അള്ളാഹു തആല പറയാണ്, മൂസാ നബി തന്റെ ജനതയോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കണം. അല്ലതീ കതബല്ലാഹു ലക്കും, അത് അള്ളാഹു നിങ്ങൾക്ക് പിന്നെ കണക്കാക്കിയതാകുന്നു. വലാ തർതദ്ദു അലാ അദ്ബാരിക്കും, ഒരിക്കലും നിങ്ങൾ പിറകോട്ട് തിരിഞ്ഞു പോകരുത്. ഫതൻഖലിബു ഖാസിരീൻ, അപ്പോൾ നിങ്ങൾ പരാജിതരായി പോകും.
നിങ്ങളെങ്ങാനും ഞാൻ പറഞ്ഞത് കേൾക്കാതെ ബാക്ക് കടിച്ചാല് നിങ്ങൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധമായ ആ നഗരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അന്ന് മൂസാ നബിക്കറിയാം അവിടെ വലിയ അക്രമകാരികളാണ് ഉള്ളത്. പക്ഷേ പിന്നെ ഇസ്രായേലികൾ മൂസാ നബിന്റെ അനുയായികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോയാൽ അതൊന്നുമല്ല. ഒറ്റക്കെട്ടായിട്ട് നിന്നാല് അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം. പക്ഷെ 12 പേരെ സ്ഥിതിഗതികൾ നോക്കാൻ പറഞ്ഞ് ഓല് അവരോട് നിങ്ങൾ നല്ല ആത്മധൈര്യം കൊടുക്കണം എന്ന് ഏൽപ്പിച്ചതാണ്. അവര് 10 ആളും കൂറുമാറിയതാണ് പ്രശ്നം. ഇവിടെ എന്തുകൊണ്ടാണ് അല്ലാഹു തആല മുഖദ്ദസ എന്ന് പറയാൻ കാരണം എന്താ? ഫലസ്തീനിലെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല് ലോകത്ത് ആദ്യത്തെ 2ാമത്തെ പള്ളിയാണ്. ആദ്യം ഉണ്ടാക്കപ്പെട്ട 2ാമത്തെ പള്ളിയാണ് ഇത് ഈ ബൈത്തുൽ മുഖദ്ദസ്. മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് മൊത്തത്തിൽ പറയും. എന്നാൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് നമ്മൾ മസ്ജിദുൽ അഖ്സ എന്നത് ആ പിന്നെ ഗോൾഡ് കളറിലുള്ള കുബ്ബുള്ളതല്ല മസ്ജിദുൽ അഖ്സ കേട്ടോ, വേറെയാണ്. അതിന്റെ അപ്പുറത്താണ് ഈ പള്ളി കിടക്കുന്നത്. ബ്ലാക്ക് കളറിലൊരു കുബ്ബുള്ളതുണ്ട്, അതാണ് യഥാർത്ഥ മസ്ജിദുൽ അഖ്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബിലാക്കിയതും അന്ന് മിഅ്റാജിന്റെ യാത്രയിലൊക്കെ അതാണ്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പള്ളികളും. എല്ലാവരും ഒരേ സമയത്ത് കൂടുന്ന സ്ഥലമാണ് അവിടെ. ജൂതന്മാരും കൂടും, ക്രിസ്ത്യാനികൾ കൂടും. ഈസാ നബിന്റെ ജന്മസ്ഥലം കുറച്ചപ്പുറത്താണ്. എല്ലാം കൂടി അടങ്ങിയതാണ് ആ ഭൂമി. അപ്പൊ അവിടെ മസ്ജിദുൽ അഖ്സയിലേക്ക് മറ്റുള്ളവർക്ക് അങ്ങനെ കയറാൻ അനുമതിയില്ല. മറ്റുള്ള മസ്ജിദിൽ കയറാൻ നമുക്ക് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ ഇടയ്ക്ക് പട്ടാളക്കാരുള്ള അലമ്പുകളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രം. ഏതായിരുന്നാലും പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അത്ര. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ് പിന്നെ ഈ ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് ചോദിച്ചത് കാണാം. അതിൽ ഒന്ന് അബൂദർ റളിയല്ലാഹു അൻഹു തൊട്ടൊരു ഹദീസ് ഉണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അബൂദർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കണം, അല്ലാഹുവിന്റെ തിരുദൂതരെ, അയ്യു മസ്ജിദിൻ ഉളിയ ഫിൽ അർളി അവ്വലൻ, ഭൂമിയിൽ ആദ്യമായിട്ട് എടുക്കപ്പെട്ട പള്ളി ഏതാണ് നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മസ്ജിദുൽ ഹറാം ആകുന്നു എന്ന് പറഞ്ഞു. ആദ്യം എടുക്കപ്പെട്ടത് കഅബയുടെ ചുറ്റുഭാഗത്തുള്ള പള്ളിയാണ്. ആദ്യം കഅബ എടുത്തോണ്ട് പിന്നെ അതിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിയാണ് പള്ളിയായിട്ട് ആദ്യം വന്നത്. അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ് നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞു. മസ്ജിദുൽ അഖ്സയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കം ബൈനഹുമാ, അവകളുടെ നിർമ്മാണങ്ങൾക്കിടയിലുള്ള ദൈർഘ്യം എത്രയാണ്? അതായത് ആദ്യം മസ്ജിദുൽ ഹറാം ആണെങ്കിൽ പിന്നെ മസ്ജിദുൽ അഖ്സ ആണെങ്കിൽ അതിന്റെ അടിയിൽ എത്ര കൊല്ലത്തെ വ്യത്യാസം ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ നബി തങ്ങൾ പറഞ്ഞു, 40 സന, 40 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഹദീസ് വെച്ചിട്ട് മഹാന്മാര് പറയുന്നത്, പരിശുദ്ധ കഅബാലയം ആദ്യം നിർമ്മിക്കുന്നത് മലക്കുകളാണ്. അങ്ങനെ വരുമ്പോ ഈ മസ്ജിദുൽ അഖ്സ ആദ്യമായിട്ട് അവിടെ അതിനടിത്തറ പാകുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നീട് പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും വിപുലമായ മാറ്റങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനം കൊണ്ട് 2ാമത്തത് മസ്ജിദുൻ നബവി ആണെങ്കിലും നിർമ്മാണത്തിൽ 2ാമത്തത് മസ്ജിദുൽ അഖ്സയാണ്. അഖ്സ എന്ന അബ്അദ് എന്നാണ്. എന്ന് പറഞ്ഞാല് മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞ നേരെ അർത്ഥം വിദൂര പള്ളി എന്നാണ്. അങ്ങനെ പേര് വരാൻ കാരണം എന്താ? ഹിജാസ് എന്ന് അകലുണ്ടായതുകൊണ്ടാണ്. ഒരു 1500ഓളം കിലോമീറ്റർ ഉണ്ടായതുകൊണ്ടാണ്. ഹിജാസ് എന്ന മക്കയും മദീനയും ത്വായിഫും ഒക്കെ അടങ്ങിയാണ് ഹിജാസ് അറിയാം ഉള്ള കാര്യങ്ങൾ കിടക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതാണ് ദൂരപ്പള്ളി, വിദൂര പള്ളി എന്നുള്ള രൂപത്തിൽ മസ്ജിദുൽ അഖ്സ എന്ന് പേര് വരാനുള്ള കാരണം. മാത്രല്ല നമ്മളിപ്പോ ഈ ഫലസ്തീന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഫലസ്തീന്റെ ഹൃദയമായ ഖുദ്സും, അത് ഒരിക്കലും അറബികൾ വിട്ടെടുക്കൂല എന്ന് പറയാൻ കാരണം എന്താ? നമ്മളതാണ്. അത് തികച്ചും നമുക്ക് അവകാശപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ എന്തായിരുന്നാലും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഇപ്പൊ ഫലസ്തീന്റെ പ്രശ്നങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഒരു ടൈമാണല്ലോ. ഫലസ്തീൻ അല്ലാഹു തആല വലിയ മഹത്വം നൽകിയൊരു നാടാണ്. അതിന്റെ ഒരു വലിയ തെളിവാണ് ഇസ്രാ സൂറത്തിൽ എന്ത് പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം
ഇലൽ മസ്ജിദിൽ അഖ്സാ. അങ്ങനെയുള്ള ഖുർആൻ പറഞ്ഞത്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്ക് തന്റെ അടിമയെ നിശാപ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഇതിനാ അങ്ങനെ പറഞ്ഞത്. എന്തിനാണ് അള്ളാഹു താല അങ്ങനെ പറഞ്ഞത്? തന്റെ അടിമയെ നിശാപ്രയാണം ചെയ്യിച്ചു. എവിടുന്ന്? മസ്ജിദുൽ ഹറാമിന്ന് മസ്ജിദുൽ അഖ്സ. എന്നിട്ട് പിന്നെ പറഞ്ഞെന്താ അറിയോ? കേവലം ചരിത്രം പറഞ്ഞാണ് പോകല്ല. മസ്ജിദുൽ അഖ്സ പറഞ്ഞ ഉടനെ പറയുന്നത് അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റുഭാഗത്ത് നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ചുറ്റുഭാഗം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് അല്ലാഹു തആല നല്ല പച്ചക്കറികളും പഴങ്ങളും ഭൂവിഭവങ്ങള് ഏറ്റവും മുന്തിയത് അല്ലാഹു തആല അവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ മദീനയിലെ കാരക്ക പറയല്ലോ എന്നതുപോലെ ഏറ്റവും നല്ല അത്തിപ്പഴം, ഏറ്റവും നല്ല ഒലീവ്, ഇതൊക്കെ അല്ലാഹു തആല ഫലസ്തീനിലാണ് നൽകിയത്. ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോവാണ്. അല്ലാഹു അവിടെ ഒരുപാട്, ഇന്നത്തെ ഇസ്രായേലൊക്കെ ആ കാലത്ത് ഫലസ്തീനിലാണ്. ഫലസ്തീൻ എന്ന് പറയേണ്ടതിൽ പെട്ടതാണ്. ജാരസന്താനമുള്ള ഇസ്രായേൽ ഞാൻ പറയാം ശേഷം. അപ്പൊ അല്ലദീ ബാറക്നാ ഹൗലാന, അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റുഭാഗം നാം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നതാണ്. നമുക്കിപ്പോ ഈ തിന്നാന് തരിക എന്ന് പറഞ്ഞാല്, അള്ളാഹു താല തരിക പറഞ്ഞാല് നമ്മളെ ഇഷ്ടം പോലെ പച്ചക്കറികളും പഴങ്ങളും നമ്മളൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയ സുലഭമായി കിട്ടുന്നോണ്ടാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും സാധനം കാണുന്നോണ്ടാണ്. അതിനെ കുറവ് വന്ന് നോക്കണം. അപ്പൊ ഒരു കോവക്ക നാം പൂതിയാവും, ഒരു വെണ്ടക്ക കാണാൻ പൂതിയാവും. അപ്പോഴല്ലേ തക്കാളിക്കൊക്കെ സല്യൂട്ട് കൊടുക്കുക. സാധനം കിട്ടാതെ വരുമ്പോ അങ്ങനെയാണ്. എന്നാ ഇത് ഏറ്റവും നല്ലത് എല്ലാം അള്ളാഹു കൊടുത്തോണ്ടാണ് ആ ഭൂമിക്ക് അങ്ങനെ വരുവാണ്. ഒന്ന്. രണ്ടാമത്തത്, ആയിരക്കണക്കിന് നബിമാരുടെ കാലിന്റെ സ്പർശനമേറ്റമെന്നാണത്. ഇനി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മിറാജിന്റെ ആ യാത്രയിലെ നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചപ്പോ നബിന്റെ ബാക്കില് എല്ലാ പ്രവാചകന്മാരെയും അള്ള കൊണ്ടുവന്നു എന്നല്ലോ. നമുക്കിപ്പോ അതിന്റെ രീതി എങ്ങനെ അറിയാത്തോണ്ടല്ലോ. നമുക്കിപ്പോ നമ്മൾ പിടിക്കുന്നിടത്ത് അവിടെയുള്ള രോഗാണുക്കളെ വരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സംഗതി അണുക്കളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തിനാ മാസ്കും കാര്യങ്ങളും, പിന്നെ കൈയൊക്കെ നല്ലോണം കഴുകണം, സോപ്പിടണം എന്നൊക്കെ പറയാൻ കാരണം എന്താ? നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരുപാട് സംഗതികൾ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഹോട്ടലിൽ പോയിട്ട് നെയ്യപ്പെടുക്കുകയാണെങ്കിൽ പോലും കൈ കഴുകാതെ ഇരിക്കരുത്. കാരണം വൃത്തിയുടെ കാര്യത്തിൽ അത്രയൊന്നും സൂക്ഷ്മത ഇല്ലാത്ത, പ്രത്യേകിച്ച് നമ്മൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ട്. അത് വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ശരിക്കും ഉപയോഗിക്കൂല, ഉപയോഗിക്കുകയാണെങ്കിൽ വേറൊരു കോലത്തില്. അപ്പൊ ഈ മലമൂത്ര വിസർജനത്തിന്റെ ശേഷമുള്ള ശൗചം ചെയ്യൽ പോലും ശ്രദ്ധിക്കാത്തവരുണ്ട്. ഡോക്ടേഴ്സ് ശരിക്കും പറഞ്ഞുതരും ആ കാര്യങ്ങള്. അതൊക്കെ നമ്മളൊരു മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കിയാലേ കാരണം ആ ബസ്സിന്റെ കമ്പിയുമുള്ള ബസ്സിന്റെ കമ്പി ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഈ പ്രതിരോധം കൂടി പഠിച്ചോന്ന് ശേഷി വന്നുകൊണ്ട് ഒക്കെ കൈകാര്യം ചെയ്യാനുള്ളത് പഠിച്ചോൻ തന്നെ നൽകിയോണ്ട് ആ പ്രകൃതിയിൽ. ഇതൊക്കെ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമല്ലോ എന്നതുപോലെ കുറേ കാര്യങ്ങൾ അതിൽപ്പെട്ടാണ് അള്ളാഹു താല കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ കൊണ്ടുവരാന് ആ ഇടാളെ തെരഞ്ഞെടുത്ത്. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്താൽ മതിയായിരുന്നു? പിന്നെ ഒരു ശസ്ത്രക്രിയ നടന്നു നബി തങ്ങൾക്ക് മക്കയിൽ വെച്ചാണ്, നെഞ്ചു പൊളിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ യാത്ര ബുറാക്കില് മുകൾക്കണ പോയ പോലെ. എന്തായാലും പോയാൽ അങ്ങോട്ട് എത്തുമല്ലോ. എന്തേ അത് വഴി പോയത്? എന്തേ ഫലസ്തീൻ വഴി പോയത്? ആകാശയാത്രയെ അപേക്ഷിച്ച് 1500 കിലോമീറ്റർ പെട്ടെന്ന് പോകുക എന്നുള്ളൊരു വിഷയമല്ല. 7 ആകാശങ്ങൾ വിട്ടുകടന്ന തിരുദൂതർക്ക് സിദറത്തുൽ മുൻതഹയും വിട്ടുകടന്ന് മലക്കിനെത്താൻ പറ്റാത്ത മേഖലയിൽ എത്തിയല്ലോ. പക്ഷെ ആദ്യം എന്താ അങ്ങോട്ട് പോയത്? അല്ലദീ ബാറക്നാ ഹൗല. ധാരാളം അംബിയ മുർസലുകളുടെ പിന്നെ പാദസ്പർശനമേറ്റമെന്നാണ്. ഇനി വേറെ ചില തഫ്സീറുകളിൽ കാണാം, ഈ അല്ലദീ ബാറക്നാ ഹൗല എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന അനുഗ്രഹത്തിന്റെ അടിത്തറ കിടക്കുന്ന എവിടെയാണ്? അവിടെയാണെന്നുള്ളതാണ്. ഖുദ്സിലാണ്. അല്ലാഹു തആല അവിടുന്നാണ് അത് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞ മാതിരിക്കും. അത് ഒരു ഉറവിടം എന്ന് പറഞ്ഞാൽ അതിനൊരു അടിത്തറ പഠിച്ചോ കണക്കാക്കിയത് ഒന്ന്. മറ്റൊന്ന്, മലക്കുകൾക്ക് ഈ ഭൂമിക്ക് ഇറങ്ങി വരാൻ പോലെ എല്ലായിടത്തും കൂടി ഇറങ്ങി വരും. പക്ഷേ ഒരൗദ്യോഗികമായ പിന്നെ ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് പിന്നെ ഈ മസ്ജിദുൽ അഖ്സയുടെ നേരെ മുകളിലാണ്. അപ്പോ അള്ളാന്റെ തിരുദൂതരുടെ ആ റൂട്ടിലൂടെ തന്നെ കൊണ്ടുപോകാനാണ് എന്ത് ചെയ്തത്? ഫലസ്തീൻ കൊണ്ടുപോയത്.
അങ്ങനെയുള്ള നബിതങ്ങൾ ചെന്നപ്പോഴല്ലേ കൊടാനക്കോടി മലക്കുകൾ നബിതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അതിന് നിശ്ചയിക്കപ്പെട്ട പ്രധാന മലക്കുകളുടെയും പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ഇത് ജാഇലാ കുല്ലി സമായി തസഫുഫാ റസൂലും വ അംലാകും വറാഅൽ മുസ്തഫാ ഫീഹിം ഇമാമൻ ശറഫൂഹു ഖദ്ദമൂഹു മുശറഫാ صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. ഈ വരിയിൽ പറയുന്നതും അതേ വിഷയമാണ്. ആ മലക്കാൾ അണിയൊപ്പിച്ച് നിന്നതും അതിന് അള്ളാഹ് കണക്കാക്കിയ റൂട്ടുണ്ട്, അതും മസ്ജിദുൽ അഖ്സയാണ് കണക്കാക്കിയത്. അപ്പോൾ അതിലൂടെ നബിതങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ പറയുന്നത്. എന്താ ആ ഒരു പ്രദേശത്തിന് അള്ളാഹു കൊടുത്ത മഹത്വം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫ്തിനാ ഫീ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അർളുൽ മഹ്ശർ, മഹ്ശറിന്റെ ഭൂമിയാണത്. ഈ മഹ്ശർ പറഞ്ഞാൽ ഇവിടെ തന്നെ ആയിരിക്കും, പക്ഷെ അതിനും ഉണ്ടാവും ഒരു തലസ്ഥാനം. അതിന്റെ പ്രധാന ഒരു ഭാഗമാണ് ഏത്? ബൈത്തുൽ മുഖദ്ദസ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും അല്ലാഹു തആല വലിയ മഹത്വം നൽകിയ ഒരു ഇടമാണേത് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പരിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കാനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറയുന്നത്. ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലോകത്തിന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് ഈ ജൂതന്മാര് എന്ത് ചെയ്തു? ഒരു ആട്ടി ഓടിക്കപ്പെട്ടു. ഗ്യാസ് ചാമ്പറുകളിൽ അവർ അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുന്ന അവസ്ഥ വന്നപ്പോ പലരും രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു ഗതിയില്ലാതെ അലഞ്ഞു നടന്ന അവരെ ഈ പറയപ്പെട്ട ഫലസ്തീൻ, ആ ഫലസ്തീനിലെ ആളുകൾ എന്ത് ചെയ്തു? അറബികൾ ഇവരെ സംരക്ഷിച്ചു. സംരക്ഷിച്ചു പറഞ്ഞാൽ നമ്മൾ പോരി തന്നെ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ആരോടും നമ്മൾ ദയ കാണിക്കണം, ആരോടും നമ്മൾ ദയ കാണിക്കണം ഭക്ഷണം വെള്ളം കൊടുക്കുന്ന വിഷയത്തിൽ. അപ്പൊ കുടുങ്ങിയ ഇവരെ ഫലസ്തീനിൽ താമസിപ്പിച്ചു. അവരാണ് എന്താക്കിയത്? അങ്ങനെ വന്ന് പാർത്ത് അവര് ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ നമ്മളെ വീട്ടിൽ അഭയം കൊടുത്തുകൊണ്ട് ആധാരം കൈക്കലാക്കി എങ്ങനെ ഉണ്ടോ അതേ പരിപാടിയാണ് ജൂതന്മാർ ചെയ്തത്. അങ്ങനെയാണ് അമേരിക്കയുടെ സഹായത്തോടുകൂടെ ഒരു കൊടും ചതിയിലൂടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പറക്കുന്നത്. ഇപ്പോൾ ഏതോ ഒരു തീരെ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെയാണ് പറയല്ലോ. ആ കൂട്ടത്തിൽ ഒരുത്തം വലിയ കാര്യത്തിൽ പറയാണ്, ഖുർആനിൽ യാ ബനി ഇസ്രായേൽ എന്നുണ്ട്, യാ ഫലസ്തീൻ എന്നില്ല. എങ്ങനെ കണ്ടുപിടുത്താ? അത് എവിടുക്ക പറയുന്ന അറിയണ്ടേ? ഇപ്പോ ജനൻ TV-യിൽ മിഞ്ഞാന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്ത വായിക്കുന്ന ചേച്ചി ശ്വാസം വീപ്പൂലാതെ പറയണേട്ടാൽ എന്താ പറയണ്ട? ഞങ്ങൾ പത്തനംതിട്ടയിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ബോർഡ് കണ്ടെത്തി. ബേജാറായിക്കണം. എത്തപ്പ ഐ ലവ് മുഹമ്മദ്, ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്നല്ലേ? അങ്ങനത്തെ ഒരു ഫ്ലക്സ് കണ്ടെത്തി. ഇത് പറയുമ്പോ നിപ്പ വൈറസ് ഇവിടെ മലപ്പുറത്ത് തീർന്നു എന്നൊക്കെ പറയും പോലെ അതീവ ജാഗ്രത, 4 ആൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ബേജാറുണ്ടാവുമല്ലോ. എന്താ മാർക്ക് ഇത്? തിരിയായിട്ടാ? അല്ലെങ്കിൽ ഇത് തിരിയായിട്ടാണോ? ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്ന് നമ്മളെ കേരളത്തിലെ ഡസൻ കണക്കിന് നല്ല നല്ല മനുഷ്യന്മാര് അല്ലേ? ഇപ്പോ പിന്നെ ഒരു കാലത്ത് ഈ ഫുട്ബോൾ ഒരു രാജാവായിരുന്നു IM വിജയൻ. കഴിഞ്ഞ ഒരു മുമ്പ് തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആകെ 2 ആൾക്കാരെ നമുക്കൊന്ന് അറിയുള്ളൂ, ഒന്ന് വിജയനും ഒന്ന് ഷറഫനും. സ്കൂൾ പഠിക്കേണ്ട കാലത്ത് പന്ത് തട്ടാനൊന്നും അറിയില്ലെങ്കിലും ഞാൻ വിജയനാണെന്നൊക്കെ പറഞ്ഞ് തട്ടീന്ന് വന്നു സ്കൂൾ പഠിക്കേണ്ട കാലത്ത്. ഈ IM വിജയ് ഇപ്പോൾ മിനിഞ്ഞാന്നിട്ട് നമ്മളൊരു പിന്നെ ഒരു ഹിഫ്ള് കോളേജിക്ക് 1 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അയാൾക്ക് ഇപ്പോഴത്തെ അവാർഡ് കിട്ടിയപ്പോൾ അയാൾ അന്ന് തന്നെ വിളിച്ചിട്ട് ഹിഫ്ള് കോളേജിലെ കുട്ടികൾക്ക് ചായയും കടിയും കൊടുത്തു. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതായത് വർഗീയമായിട്ട് എല്ലാം കണ്ട് ഇവിടെ ഭയങ്കര ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളെ വാക്ക്, നമ്മളെ പ്രസംഗം, നമ്മളെ എടുത്തുകൊണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നവർ ഒരിക്കലും അകലാൻ പാടില്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമുക്ക് വഖഫിന്റെ വിഷയം വന്നപ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഈ പൗരത്വത്തിന്റെ വിഷയം വന്നപ്പോൾ, ബാബരി പള്ളിയുടെ വിഷയം വന്നപ്പോൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ വിഷയം വരുന്ന സമയത്ത് ഈ പൊതുസമൂഹം നമ്മളെ കൂടെ ഒക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ്? നമ്മളെ നന്മ കൊണ്ടാണ്, നമ്മൾ മനസ്സിലാക്കിയിട്ടാണ്.
അതങ്ങനെ തന്നെ പോകണം. അത് തകർക്കാനാണ് ചിലരെന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. ഇപ്പൊ ഇന്നലെയൊക്കെ ഇപ്പൊ ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ, ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്നത്. ഇപ്പൊ ചില പത്രങ്ങളിൽ പിന്നെ ഗസയെ പറ്റി വല്ലാതെ വാർത്ത വന്നതിൽ അസ്വസ്ഥത കാണിക്കുന്ന ചില സംഖ്യകളുണ്ട്. എന്നാ ഓല് ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യ ഔദ്യോഗികമായിട്ട് നിൽക്കുന്നത് ഫലസ്തീന്റെ കൂടെയാണ് എന്നുള്ളതെങ്കിലും ആലോചിക്കണ്ടേ? ഇല്ല. അപ്പൊ ഇവരൊക്കെ ലക്ഷ്യം എന്താ? ഇത്ര ക്രൂരതകൾ നടന്നിട്ടും എന്നിട്ടും ഇവർക്കൊക്കെ മനസ്സിലാകാത്ത. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളെ കേരളത്തിലൊക്കെ എത്രയോ ചിന്തകന്മാര്, ബുദ്ധിജീവികള് അള്ളാന്റെ തിരുദൂതരെ സ്നേഹിച്ചുകൊണ്ട് കവിത എഴുതുന്നു, പുസ്തകം എഴുതുന്നു, നമ്മളെ സ്റ്റേജുകളിൽ വന്ന് ഒരു നിരന്തരം പ്രസംഗിക്കുന്നു. അതൊക്കെ നടക്കുമ്പോഴാണ് ഇവിടെ ഒരു കൂട്ടരെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ വലിയൊരു തെറ്റായിട്ട് കാണുന്നത്. അതിപ്പോ എന്താ പുത്ര തെറ്റ്? ആർക്കും പറഞ്ഞൂടെ? അത് എന്താ ചെയ്യാ? അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ കാണുന്നത്. ഇപ്പോ കോൽക്കളി ഒരിടത്ത് നടന്നു, അതിലിപ്പോ ഫലസ്തീനെ പറ്റിയൊരു പാട്ട് പാടിയേക്കപ്പോഴേക്ക് പ്രിൻസിപ്പളൊക്കെ ഓടി കയറിയിട്ട് കുട്ടികൾ 8ാമത്തെ വൻദോശ ചെയ്തതെന്നുള്ള രൂപത്തിലാണ്. ഇപ്പോൾ മറ്റൊരു പരിപാടിയിൽ ഫലസ്തീനിൽ നടക്കുന്നതിന് അതിൻ്റെ ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോഴേക്ക് അത് പകുതി ആയപ്പോഴേക്ക് കർട്ടൻ അങ്ങനെ എന്തായി നീങ്ങി. എന്താ ഇതിന്റെ കാരണം നമുക്ക് മനസ്സിലാവില്ല. ലോകം മുഴുവനും ഇതിന്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ പിന്നെ ഈ മറ്റേ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് 44 ബോട്ടുകളിലും കപ്പലുകളിലുമായിട്ട് 50 രാജ്യങ്ങൾ എന്നുള്ള പ്രതിനിധികളാണ്. അത് ചില്ലറക്കാരല്ല. ആലോചിച്ച് നോക്കി, 500 ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് ആക്ടിവിസ്റ്റുകളുണ്ട്, അതിൽ നല്ല പത്രപ്രവർത്തകരുണ്ട്, ഒരുപാട് ഡോക്ടർമാർ ആ കൂട്ടത്തിലുണ്ട്, ഒരുപാട് രാജ്യങ്ങളിലെ വലിയ തൊഴിലാളി സംഘടനകളുടെ നേതാക്കന്മാർ അതിലുണ്ട്, ഒരുപാട് എഴുത്തുകാരും ചിന്തകന്മാരും കവികളും അതിലുണ്ട്. ഈ 500 സംഘം എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളാ? അല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യപ്പറ്റുള്ള ഒരുപാട് നല്ല മനുഷ്യര് ഇറങ്ങുമ്പോ ഇത് ഇങ്ങനത്തെ ഈ ഒരു മൂവ്മെന്റ് നേരത്തെ തുടങ്ങിയതാണ്. പക്ഷെ ഇങ്ങനെ വിപുലായിട്ട് ആദ്യമായിട്ടാണ്. നേരത്തെ 1-2 രാജ്യങ്ങളൊക്കെ ആണ് ആദ്യം ഇങ്ങനെ ചെയ്തിരുന്നത്. അവരെ പിടികൂടും ചെയ്യും. ചിലർക്ക് പിന്നെ ശരീരം തന്നെ നഷ്ടപ്പെട്ട സംഭവങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്കറിയാം അത് പ്രശ്നം ഉണ്ടാകുന്നു. കാരണം ഇവരൊക്കെ വെറും കൈയോടുകൂടെ ഈ 44 കപ്പലുകൾ, ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ വെറും അതിൽ കുറേ ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും മരുന്നും മാത്രമേ ഉള്ളൂ. ഇവരെടുത്ത് തോക്കോ ബോംബോ ഒന്നുമില്ലല്ലോ, ഇല്ല, ഒന്നുമില്ല. വെറും കൈയോടെ ഇവര് വന്നത്. ഓലെ സമ്മതിക്കണ്ടേ നമ്മള്? ഞാൻ ആലോചിച്ച് നോക്കി, എത്ര നല്ല മനുഷ്യന്മാരാണ് അവര്. ഓൽക്കല്ലേ നമ്മൾ ഇത് വരക്കണ്ടേ? കാരണം അവരെ ജീവൻ പണയം വെച്ചാണ്. അത് കരയിലൂടെ അല്ല, ഒന്നും ചെയ്യാൻ കഴിയൂല. ഇവരെ തടയുന്നത് ഇസ്രായേൽ പട്ടാളക്കാരെന്ന ഓലെടുത്തൊക്കെ അത്യാധുനിക രൂപത്തിലുള്ള ആയുധങ്ങളാണ്. കൈ ഉയർത്താവുന്ന പോലെ എല്ലാവരും കൈ ഉയർത്തി. ഈ കൈ ഉയർത്തിനെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇവരെ പിന്നെ ആ തോക്കാണ് തീ തുപ്പാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശരീരം നെറ്റായി മാറും. ആ രൂപത്തിലുള്ള ആയുധം കൊണ്ടാണ്. എന്നിട്ടും അവരിതിന് ഇറങ്ങി തിരിച്ചല്ല. ആലോചിച്ചോ, ഇവിടെ കർട്ടൻ താറ്റുമ്പോ ഇറ്റലിയിൽ മൊത്തം ജനങ്ങൾ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഭക്ഷണം തടഞ്ഞതിന്റെ പേരിൽ. അതായത് പട്ടിണിയെ ഒന്നാന്തരം ആയുധമാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അങ്ങനത്തെ ഒരു രാക്ഷസ സ്വഭാവം കാണിച്ചത് ഒരു പക്ഷേ ഇവർ മാത്രമായിരിക്കും. ആര്? ഇസ്രായേൽ മാത്രമായിരിക്കും. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്താ അറിയോ? ഈ അടിസ്ഥാന മനുഷ്യന്റെ ആവശ്യത, മനുഷ്യന് മാത്രമല്ല ജീവജാലങ്ങൾക്കൊക്കെ അവിടെ ആളെ നോക്കാതെ പഠിച്ചാൽ കൊടുക്കുക. ഇപ്പൊ ഉദാഹരണം പറയാം, ഭക്ഷണം, വെള്ളം, വായു. ഈ റഹ്മാന്റെ തഫ്സീറിൽ കാണാം, അല്ല എന്താ റഹ്മാനായത്? റഹീമിനേക്കാൾ ഒരു അക്ഷരം കൂടുതലുള്ള ഇത്. അത് ആശയം അങ്ങനെ തന്നെയുള്ള വിശ്വാസി അവിശ്വാസി വ്യത്യാസമില്ലാതെ എല്ലാവരോടും കരുണ ചെയ്യുന്നവൻ ആണ് റഹ്മാൻ പറഞ്ഞ. അള്ളാഹു താല എല്ലാവരോടും കരുണ കാണിക്കും. അള്ളാഹ് റഹ്മാനാണ്. അവിടെ വിശ്വാസി അവിശ്വാസി നോക്കൂല എന്നാണ്, എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അതാണ് ഈ ഭക്ഷണം കൊടുക്കുന്നതിന് ഇസ്ലാം ഒരു ഭയങ്കര പുണ്യമാണ്. നമ്മൾ ആർക്കെങ്കിലൊക്കെ ഭക്ഷണം കൊടുക്കുക, നമ്മളിപ്പോൾ ഖുർആൻ ക്ലാസ്സിന് ചായ കൊടുക്കണ്ടല്ലോ. ഭക്ഷണം അത് ഏതാണെങ്കിലും സാധാരണ നമ്മൾ പിന്നെ ഇതിന് കൊടുത്തത് പിന്നെ നമ്മളെ റബീഉൽ അവ്വൽ പരിപാടിക്ക് നിങ്ങളൊന്നില്ലേ? കാരണം ചില നമ്മൾ കാണാത്ത പോലെ അന്ന് കാണാനാലേ അറിയും.
അന്ന് നമ്മൾ നല്ല അൽഹംദുലില്ലാ കേക്ക് കൊടുത്ത് എനിക്ക് തോന്നിയാൽ നല്ലൊരു വെറൈറ്റി ആയി, നല്ല സാധനം. അത് നമ്മളെ വീട്ടിലെ എൻ്റെ വീട്ടിൽ കണക്കാക്കി ഗസ്റ്റും വന്നിരുന്നു. അപ്പോൾ ഒന്നും കൂടി മുറിച്ചു, അത് ഫാഷനാക്കി. ഓലെ വിചാരം എന്താ അറിയാം, അങ്ങനെ വന്നാണെന്നാണ്. സംഗതി നമ്മൾ മുറിച്ചാണ്. സംഭവം നല്ല പരിപാടിയായി തോന്നി, നല്ല വൃത്തിയുള്ള സാധനം. ഞാൻ പറയുന്നത് അറിയോ, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാമെങ്കിലും ഉള്ളോലുള്ളവർക്ക് കൊടുത്താൽ പോലും ഭക്ഷണം ഭയങ്കര പുണ്യമാണ്. അത് ഇസ്ലാം ഭയങ്കര പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, അതാണ് ഇവർ മുടക്കിയത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിണി ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും നോക്കാതെ കൊടുക്കണം. അവിടെ നമ്മൾ ജാതി മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആർക്കും ഭക്ഷണം കൊടുക്കാം. ചിലപ്പോൾ പൈസരി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അതേറ്റും ബാർക്ക് പോകുന്ന ആളാണ്, കള്ളുഷാപ്പിക്ക് പോകുന്ന ആളാണ്, ഹാൻഡ് സോപ്പ് അൻപരാഗ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇറച്ചിയും പുളിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാന്ന് കൊടുക്കാന്നുണ്ട്. പൈസ കൊടുത്താൽ വഴി മാറുന്നുണ്ടെങ്കിൽ തിന്നാൻ കൊടുക്കുക, അതിനാ പ്രശ്നമില്ലല്ലോ. ഓന് ചിലപ്പോൾ അത്ര വലിയ ഇഷ്ടം ഉണ്ടായിക്കോളാം, നിങ്ങളെ കാശ് തന്നാൽ മതി, അതാ നല്ലതെന്നൊക്കെ പറയും. കേട്ടോ വഴി മാറ്റും. തിന്നാൻ കൊടുത്താൽ പോരെ, നേന്ത്രപ്പായം കൊടുക്കുക, തിന്നൂടെ. ചായ കൊടുക്കുക, എന്നാ വളരെ നല്ലതാ. ഞങ്ങളിങ്ങനെ ഇവിടെ പിന്നെ അങ്ങളവിടേക്ക് ക്ലാസ്സിന് വരുമ്പോഴാണ് ചായ അടിച്ചാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പിന്നെ ഒരാൾ വന്നിട്ട് പൈസ വെച്ചു. നമ്മൾ കാർക്ക് അവിടുന്ന് പൊരിക്കടി കൊടുങ്ങാണ്ട് അതിൽ വെച്ച് ചായയും കുടിക്കുകയാണ്. അപ്പോൾ അയാളെ കണ്ടാൽ തന്നെ അറിയാം അത് എന്തായിരുന്നില്ല പൈസ വൈമാറി. അപ്പോൾ ഞാൻ മുളക് ബജി ഉണ്ടായിരുന്നു അവിടെ, അത് പോയി ഞാൻ കൊടുത്തു. അല്ല അയാൾ വാങ്ങി നമ്മളൊരുമാതിരി നോട്ടം നോക്കി, വല്ലാത്ത പണിയാ മോലിയാരും അങ്ങനെ ഉണ്ടല്ലോ തന്നെ. അത് നല്ല സന്തോഷത്തോടെ പോയത് കേട്ടോ. പക്ഷെ എന്നാലും ചിലത് നമ്മൾ പൈസ കൊടുത്താൽ പെടുന്നുണ്ടെങ്കിൽ പിന്നെ അതാണല്ലേ, അത് തിന്നാണ് പോയിക്കോളല്ലോ, കുറ്റല്ലല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതെന്തിനാ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ, ആരും പട്ടിണി കൊണ്ട് ആര് പ്രയാസപ്പെടുന്നു നമ്മൾ അറിഞ്ഞാലും ആളെ നോക്കേണ്ട, വേഗം കൊണ്ടേ കൊടുക്കാം. കഴിഞ്ഞ റമദാനിന് മുമ്പത്തെ റമദാൻ എനിക്കൊരു അനുഭവം ഉണ്ടായി. നമ്മൾ വലിയൊരു വീടാണ്, പക്ഷെ അവർ കുറച്ച് പ്രയാസമുണ്ടെന്ന് നമുക്കറിയാം. അന്വേഷിച്ച് നോക്കുമ്പോൾ റമദാനിക്ക് നോമ്പ് തുറക്കാനുള്ള അരിപ്പൊടിയും കൂടി അടഞ്ഞു. ഒരു മാനം പോകുന്ന എഴുതിയിട്ട് പറഞ്ഞിട്ടില്ല, കണ്ണ് നിറഞ്ഞുപോയി. നമ്മൾ വേഗം സാധനം എത്തിച്ചു. ഇതറിഞ്ഞപ്പോ അവിടെ സാധനമില്ല, ഇവരോട് ചോദിക്കാൻ പറ്റൂല. ഒന്നാലോചിച്ച് നോക്കി, അങ്ങനെ കണ്ടാവും. അപ്പൊ നമ്മൾ കണ്ട. അതുകൊണ്ടാണ് അത് ഈമാനുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, അതിന് ഭയങ്കര താല്പര്യമാണ്. അല്ലാത്തവർക്ക് ഖുർആൻ എങ്ങനെയാ പറഞ്ഞത്, ഒരായത്തിൽ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടവർ ദുർഘടമായ മലമ്പാത വിട്ടുകിടക്കുന്നില്ല? അള്ളാഹ് ചോദിക്കാണ്, എന്തുകൊണ്ട് ദുർഘടമായ ചുരമാർഗം വിട്ടുകിടക്കുന്നില്ല? എന്നിട്ട് അള്ളാഹ് തന്നെ ചോദിക്കാണ്, ഈ അഖബ ദുർഘടമായ ചുരമാർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ സാധുവിന് ഭക്ഷണം കൊടുക്കുക, കുടുംബ ബന്ധത്തിലുള്ള യതീമിന് ആഹാരം കൊടുക്കുക, അതതിന്റെ ഉദ്ദേശം. അപ്പോൾ ഈമാനില്ലാത്ത ആളുകൾക്ക് എടാ പാവപ്പെട്ട ആൾക്ക് കുറച്ച് അരി എത്തിച്ചു കൊടുക്കുക, മല കയറാൻ പറഞ്ഞ മരിക്കണം, ഇങ്ങനെ കൊടുക്കൂല. അതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാണ്. അവിടെ ആഹാരത്തിന്റെ കാര്യം അള്ളാഹു പ്രത്യേക ആ രൂപത്തിലെടുത്തു പറഞ്ഞു. അവിശ്വാസത്തിന്റെ അടയാളം ഖുർആൻ പറയുന്നെന്താ? أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. പ്രതിഫലദാന ദിനത്തെ നിഷേധിച്ചവനെ നീ കണ്ടുവോ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു തആല പറയുന്നെന്താ? അല്ലാഹു തആല പറയുന്നത് എന്താ അവന്റെ അടയാളം എന്താ? ഓൻ യതീമിനെ അവഗണിക്കും, പിന്നെ വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ, അഗതികൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ ഓൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അഗതികൾക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ ഓൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ എന്റെ ശ്രദ്ധയിൽ ഒരു അഗതി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് എന്ന് അറിഞ്ഞു, ചെന്റെ അടുത്ത് കൊടുക്കാല്ലെങ്കിൽ ഞാൻ അതിന് പറ്റുന്ന ആൾക്കാരോട് ഈ വിഷയം ധരിപ്പിക്കണം, അങ്ങനെ ഉണ്ട് കേട്ടോ എന്ന്, അതേലും ഞാൻ ചെയ്യണം എന്നാണ്. അവിടെ ആഹാരത്തിന്റെ കാര്യം പ്രത്യേകം പറയും. ഇപ്പൊ നരകത്തിൽ കിടക്കുന്ന ആളുകൾ നരകത്തുനിന്ന് നിങ്ങൾ എന്റെ അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോഴും മറുപടി കൊടുക്കേണ്ടത് പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ് ഖുർആൻ പറയുന്നത്.
ഒന്നെന്താ? ലം നകു മിനൽ മുസല്ലീൻ. രണ്ടാമത്തതോ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, പാവങ്ങൾക്ക് അന്നം കൊടുത്തിരുന്നില്ല. നിസ്കാരം അള്ളാനായിട്ട് ബന്ധപ്പെടുന്ന, ആഹാരം കൊടുക്കൽ നമ്മൾ പരസ്പരം ബന്ധപ്പെടുന്ന ആ രണ്ട് തലങ്ങളാണ് പറയുന്നത്. അവിടെ ഈ ആഹാരത്തിന്റെ കാര്യമാണ്. ഈ അബ്റാറിയങ്ങൾ എന്നൊരു വിഭാഗത്തെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഓൽക്ക് ചില നല്ല, അതായത് പുണ്യം ചെയ്ത ആൾക്കാർ, പഠിച്ചവന് ഭയങ്കര ഇഷ്ടപ്പെട്ട മുഖറബീങ്ങൾ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് അടുത്ത ആൾക്കാർ. അലി റളിയല്ലാഹു അൻഹു അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ആ ആയത്ത് അവതരിക്കുന്നത്. അതിൽ ഐഡന്റിറ്റി പറഞ്ഞെന്താ? വയുതഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ. പാവപ്പെട്ടവന്, അതുപോലെ തന്നെ യതീമിന്, ബന്ധനത്തിലാക്കപ്പെട്ടവന് ആഹാരം കൊടുക്കുന്നവനാണ്. അതായത് നമുക്ക് നല്ല ഭക്ഷണത്തിലേക്ക് ആവശ്യം ഉണ്ടായിട്ടും മറ്റൊരാളെ പരിഗണിക്കണം. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. 50-50 രാജ്യങ്ങൾ എന്നുള്ള പ്രതിനിധി നമുക്കൊക്കെ കൈയേറ്റാണല്ലോ. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സംഗതിയുണ്ട്. ഈ ക്രൂരത കാണിക്കുന്ന ഇസ്രായേലിന്റെയും അമേരിക്കന്റെ ഒക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, അത് കഴിയുന്ന രൂപത്തിലൊക്കെ എല്ലാം നമുക്ക് കഴിയൂല. ചില കാര്യങ്ങൾ പകരം വെക്കാൻ ഇല്ലാത്തതൊരു പ്രശ്നമാണ്. ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. എന്നാൽ കൈയുണ്ടല്ലോ. ഇപ്പൊ നേരം വെളുത്താൻ നമ്മൾ പേസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന നേരാണ് പല്ലേക്കാൻ, കോളുകെറ്റാണ്. ഇതൊക്കെ ഓരോ സാധനങ്ങളാണ്. അതിന് പകരം നമുക്ക് ഒരുപാട് സാധനം കിട്ടും. നമ്മൾ തന്നെ ഇന്ത്യന്റെ സാധനം തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ആയുർവേദത്തിന്റെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരാൾ വിചാരിച്ചാൽ അത്രയായി. കടലിൽ നിന്നിപ്പോ ഒരു തുള്ളി എടുത്താല് ആ ഒരു തുള്ളി തന്നെയാവാ. കടലിലെ വെള്ളത്തെ അപേക്ഷിച്ച് അതൊന്നും അല്ലെങ്കിലും അയ്യൊന്നു തന്നെ ഉള്ളത്. കുറെ തുള്ളിയാവുമ്പോ അതിനനുസരിച്ച് കാണുമല്ലോ. ഈ രാത്രികൾ കിടക്കുമ്പോ പിന്നെ ടോയ്ലറ്റിലെ ആ ടാപ്പ് ഒരല്പം നിണ്ടതാക്കിയിട്ട് ടിം ടിം എന്നിങ്ങനെ ഉറ്റു വീഴാണ് ബക്കറ്റേക്ക്. സുബൈക്ക് പോയി നോക്കി എത്ര വട്ടം വെള്ളമായി. ഒരു തുള്ളി വീഴുമ്പോൾ നമ്മൾ കണക്കാക്കൂല. അത് നേരെ ടൈൽസുമൊക്കെ പോവുകയാണെങ്കിൽ നമ്മളത് അറിയില്ല. ബക്കറ്റ് കിടക്കുമ്പോഴാണ് 3-4 മണിക്കൂർ നമ്മൾ ഉറങ്ങി നീശി വരുമ്പോൾ അത്യാവശ്യം വെള്ളയിലാടായി. അതുപോലെ നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് സാമ്പത്തികമായിട്ട് ഇവരെ അറബ് ലോകം വിചാരിച്ചാൽ കുറെ നടക്കും, ഒരു വിചാരിക്കൂല. അതാണ് പ്രശ്നം. ഇപ്പൊ ഒരു പെട്ടുകണം. എന്താ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ട്രംപ് വലിയ ഊക്കിലിന് വന്നാണ്ട് ഹമാസിനൊന്ന് ഭീഷണിപ്പെടുത്തി. ഹമാസ് ശരിക്കും കണ്ടറിഞ്ഞ് കളിച്ചു. ഖത്തർ നേരത്തെ കളിച്ചായിരിക്കും എന്ന് പറഞ്ഞാല് ഹമാസ് അംഗീകരിച്ചു. പക്ഷെ കുറച്ച് ഷർത്തുകൾ ഓല് വെച്ചു, ഓല് കുറെ ഡിമാൻഡുകൾ വെച്ചു. അത് ശരിക്കും അറബ് ലോകത്തിന് ഭയങ്കര അടിയാണ്. ഞങ്ങൾ ബന്ദികളെ വിട്ടുകൊടുത്തോളായിരുന്നു. പക്ഷെ ബന്ദികളെ വിട്ടുകൊടുക്കുമ്പോ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് ആ പറഞ്ഞ കാര്യങ്ങൾ അത് അറബ് ലോകം ഞെട്ടിയിരിക്കുകയാണ്. ഇതാവട്ടെ ട്രംപ് അംഗീകരിച്ചും ചെയ്തിരിക്കുകയാണ്. ഇതാവട്ടെ ഇസ്രായേലിന് ഭയങ്കര അടിയാണ്. ഇസ്രായേലിന് ഇപ്പോ ഹമാസ് ഒരിക്കലും അത് സമ്മതിക്കാൻ പാടില്ല. ഇത് പ്രശ്നം ഇങ്ങനെ നീറിപ്പോഞ്ഞ് നിൽക്കണം. അധികാരം നിലനിർത്താനും അവൻ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനും ഒക്കെ ഉള്ളതാണ്. അപ്പൊ എന്തായിരുന്നാലും കുറെ കാര്യങ്ങൾ ഇപ്പൊ ലോകം ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോഴേ 150-ലധികം രാജ്യങ്ങൾ പലസ്തീന്റെ കൂടെ നിൽക്കുക പറഞ്ഞാല് ചില്ലറ കാര്യമല്ല. ഇവരുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കാൻ വരില്ല എന്ന് പറയുന്നൊരവസ്ഥയ്ക്ക് ഒരുപാട് രാജ്യങ്ങളെത്തി. അത് അറബ് ലോകമല്ല എന്ന് ഓർക്കണം. ആ ഒരവസ്ഥയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറെ നമ്മളെ ആളുകൾ ഇടങ്ങാറായെങ്കിലും ഇപ്പൊ അവരിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ വന്നു. അത് വലിയൊരു കിട്ടലാണ്. ഏറ്റവും അവസാനം ഇപ്പൊ അവരോട് കാണിക്കുന്ന ആ ക്രൂരത, ഭക്ഷണം തടഞ്ഞതൊക്കെ അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത കാര്യങ്ങളാണ്. ഓല പണി ചെയ്തുകൊണ്ടേയിരിക്കുമല്ലോ, ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ പിന്നെ എന്താ വെച്ചാൽ അറിയാലേ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പരീക്ഷണം വരുമ്പോ ഓല അല്ലാഹു അക്ബറിൽ ഉറച്ചിരിക്കുകയാണ്. ഈ അങ്കബൂത്ത് സൂറത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഈ പരീക്ഷണങ്ങൾ വരുമ്പോ നമുക്ക് കലങ്ങിയ അന്തരീക്ഷത്തിൽ തോന്നി എന്താ ഇപ്പൊ ഇങ്ങനെ. അള്ളാഹു പറയുന്നത് എന്താ അറിയോ? സ്വർഗം കിട്ടണമെങ്കിൽ ഒരു പരീക്ഷണവും ഇല്ലാതെ കഴിഞ്ഞു പോകാൻ കഴിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. സ്വർഗം കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ഒരുപാട് ഇടങ്ങേറുണ്ടാവും. ചിലർക്ക് തീരെ അള്ളാഹ് കൊടുക്കൂല. അയി പട്ടാണ് നമ്മള് ഉണ്ടാക്കണ്ട, നമ്മോട്ട് ആഗ്രഹിക്കും വേണ്ട, സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ. പക്ഷെ ഇതിനൊക്കെ നമ്മളവിടെ സമാധാനം പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടും നിങ്ങള്, കാരണം ഇവർക്ക് ഇത്രയൊക്കെ പ്രയാസം ഉണ്ടായിട്ടും ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു,
അവര് പിന്നെ ഒന്നുമില്ലെങ്കിലും കഴിയുന്ന രൂപത്തിൽ ഓല് ഖുർആൻ ഓതുന്നു അല്ലേ, മുസാഹിഫ് വീഴുന്നില്ല. നമ്മൾ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ വഴിക്കേ ചിന്തിക്കാത്ത എത്രയോ ആളുകളുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇതിലൊന്നും ശ്രദ്ധിക്കാത്തവർക്ക് ഓനെ നമ്മൾ ആൾക്കാരുണ്ട് അറിയങ്ങള്. ഓലോട് നിങ്ങൾ ഗസയെ പറ്റി ചോദിച്ചു നോക്കി. അങ്ങനെ ഒരാളിപ്പോ ഇവിടെയാണെങ്കിൽ അവന് കരിമ്പിരി പറഞ്ഞാൽ ചിലപ്പോൾ അവനെ ഉൾക്കൊള്ളും. ഗസത്തെ ഗസ എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ടറിയോ? ഓൽക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. വെള്ളിയാഴ്ചക്ക് ഇങ്ങനെ വരും രവ് പള്ളിയേക്ക് ഓല അങ്ങനെ തന്നെ പോകുന്നു. ഒരു ഇവിടെ ക്യാൻസർ രോഗിക്ക് വരുവുണ്ടെങ്കിൽ ഒരാ ഭാഗം നോക്കൂല. ഒരു ഫലസ്തീൻ്റെ ആൾക്കാർക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു വേറെ ലോകത്ത് ഒക്കെ തന്നിലേക്ക് മാത്രമാണ് ചുരുങ്ങി കൂടെ എത്രയോ ആളുകളുണ്ട്. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എല്ലാവരും അങ്ങനെ ആയാൽ സംഗതി ഒന്നും നടക്കൂലല്ലോ, നടക്കൂല. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തിൽ പിന്നെ ഫലസ്തീനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട സംഗതിയാണ്. നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നല്ലോണം ദുആ ചെയ്യാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. അവിടെ നിന്നാ മതി. നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് അതാണ്. അല്ലാഹ് വളരെ നമ്മളോട് സമീപസ്ഥനാ. നമ്മൾ ചോദിക്കണം. നമ്മളിത് പരസ്പരം ചോദിച്ചാൽ ദേഷ്യമായിരിക്കും. അള്ളാഹ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു നിലയിൽ നമ്മൾ പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട മൂസാ നബി പറഞ്ഞല്ലോ, നിങ്ങൾ കിടക്കണം തന്നെ ആ ഫലസ്തീനാണ്, ആ പരിശുദ്ധമായ നാട്. അത് നമ്മുടെ കീഴിൽ പൂർണ്ണമായിട്ട് ഫലസ്തീനികൾക്ക് ലഭിക്കുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നോക്കൂ, അപ്പോ ഇവര് പറയാണ്, മൂസാ നബി ഇവരോട് പറയാണ്, നിങ്ങൾ ആ പരിശുദ്ധമായ നാട്ടിലേക്ക് പ്രവേശിക്കണം. അത് അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്താണ്, കണക്കാക്കിയതാണ്. വലാ തർത്തദ്ദൂ അലാ അദ്ബാരിക്കും, ഒരിക്കലും നിങ്ങൾ പിന്തിരിഞ്ഞു പോവരുത്. ഫതൻഖലിബൂ ഖാസിരീൻ, അപ്പൊ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ ഇവരുടെ മറുപടി ഒന്ന് കേട്ടോളൂ. ഇവരോട് ഇപ്പോ അണ്ട് പോകാൻ പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞെന്താ? ഖാലൂ, അന്നേരം അവർ പറയാണ്, യാ മൂസാ, ഓ മൂസാ നബിയേ, ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ, സർവ കഴിവുകളുമുള്ള ഒരു ജനവിഭാഗം ആ നാട്ടിലുണ്ട്. വ ഇന്നാ ലൻ നദ്ഖുലഹാ, ഞങ്ങൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കൂല. ഹത്താ യഖ്റുജൂ മിൻഹാ, ആ ശക്തരായ വിഭാഗം അവിടുന്ന് പുറത്തു പോകുന്നത് വരെ. ഫഇൻ യഖ്റുജൂ മിൻഹാ, അവരവിടെ നിന്ന് പുറത്തു പോയാൽ ഫഇന്നാ ദാഖിലൂൻ, ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുന്നതാണ്. ഇതിപ്പോ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ്, വേണമെന്ന് എഴുതിയൊരു പറച്ചിലല്ലത്. ഇവരിവിടെ കുത്തെന്ന് പറയാണ്, ഓല അവിടുന്ന് പോവുകയാണെങ്കിൽ അല്ലേ, ഒരു മകൻ തെറ്റിപ്പോയി കണ്ട് പെരീക്കരൂല. എന്നിട്ട് ഓനെ വിളിച്ചപ്പോ ഓന്റെ ചങ്ങായിനോട് പറയാണ്, വാപ്പ അവിടുന്ന് പോട്ടെ, വാപ്പ എടുക്കുവാന, വാപ്പ അവിടുന്ന് പോട്ടെ, എന്നാ ഞാനവിടെ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ ഓന് കയറണം എന്ന് എഴുതി പറയല്ല. എന്നതുപോലെ ഇവര് മൂസാ നബിയോട് പറയാണ്, അവർ ശക്തരായ ഒരു വിഭാഗമാണ്. ഓല് ബൈത്തുൽ മുഖദ്ദസിന്ന് അങ്ങോട്ട് പോയാല് ഞങ്ങൾ കയറിക്കോളാം. അതിനിപ്പോൾ ഓലോട് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ട്. ഓലൊക്കെ പോയിട്ട് കയറാൻ സീരിയാജി പറഞ്ഞ വരികയാണത്. മകനോട് ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി ഒരു ഓഫീസിൽ പറഞ്ഞൊരു കഥ ഉണ്ട്. ഓൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മകൻ വന്നിട്ട് പറഞ്ഞു, ഇപ്പത്തെ MLA വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കുറച്ച് റിസ്ക്കാണ് ശരിയാക്കാൻ. അപ്പൊ സീരിയാജി പറഞ്ഞ പോലെ, അതിനടാ എന്നെ പറഞ്ഞേച്ച് റിസ്ക് എന്ന് പറഞ്ഞ് മടങ്ങി വരാണെങ്കിൽ എൻ്റെ ഉമ്മാനെ പറഞ്ഞേച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ശരിയല്ലോ, അത് റിസ്ക് ഉള്ള ഇജ്ജ് പോയിട്ട് ശരിയാക്കണടാ, ഇതിന് ആണല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. എന്ന് പറഞ്ഞമാർക്ക് ഇപ്പൊ വലിയ കാര്യത്തിൽ പറയണെന്ത്, വലിയ കാര്യത്തിൽ പറയണെന്ത്, പിന്നെ അവരവിടുന്ന് പോവുകയാണ്, ഞങ്ങൾ പോയിക്കോളാം. ഒരു ചെറിയ കുട്ടികളാണല്ലോ, ഒരു മഹാനാശകാരികളാണ്. ഓല അവിടുന്ന് പടി ഇറക്കണം, എന്നിട്ട് പിന്നെ മസ്ജിദുൽ അഖ്സ ശുദ്ധീകരിക്കണം. അതിനാണ് ഈ മോമിനിയങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഓല് പറയണേ, ആയി നമുക്ക് ശരിയാവില്ല, മേലെ ചളിയാവും. ഓല അവിടുന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തോ അങ്ങനെ കയറിക്കോളാം. ഖാല റജുലാനി, അപ്പോൾ അവരെ കൂട്ടത്തിലുള്ള രണ്ടാളുകൾ പറഞ്ഞു. ആ രണ്ടാളുകളാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ 12 രണ്ടാൾക്കാർ. യൂഷ എന്ന് പറഞ്ഞ ആളും മറ്റൊരാളെ പറ്റിയും പറഞ്ഞല്ലോ. ആ 12 നല്ല മൂസാ നബിയോടുകൂടെ കട്ടക്കൊപ്പം നിന്ന 2 പേര് അവർ പറയാണ്, ഖാല റജുലാനി, അപ്പോൾ ആ രണ്ടാളുകൾ പറഞ്ഞു, മിനല്ലദീന യഖാഫൂന, നോക്കൂ, ആ പേടിച്ചവരിൽ ഭയപ്പെട്ടവരിൽ നിന്നുള്ള 2 ആളുകൾ. ആ 2 ആളുകളും ഫലസ്തീനിൽ 12 ആൾക്കാർ പോയപ്പോൾ ഓരൊക്കെ പേടിച്ചിട്ടുണ്ട് അവിടുത്തെ അവസ്ഥ കണ്ടിട്ട്. പക്ഷെ ഓരെന്താ പറഞ്ഞറിയോ?
അൻഅമല്ലാഹു അലൈഹിമാ, അവരുടെ രണ്ടുപേരുടെ മേലും അല്ലാഹു തആല അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ടുപേര് പറഞ്ഞു എന്ത്? ഉദ്ഖുലൂ അലൈഹിമുൽ ബാബ്, നിങ്ങൾ ആ വാതിലേക്ക് കടക്കണം. അതായത് ഒരു കവാടം, ഔദ്യോഗികമായിട്ടൊരു അതിരും ഒരു പിന്നെ കവാടമുണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ, അതാ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കടക്കണം. ഫഇദാ ദഖൽതുമൂഹു, അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫഇന്നകും ഗാലിബൂൻ, നിങ്ങൾ ആ ശത്രുക്കളെ അതിജയിക്കുന്നവരായിരിക്കും. നോക്കി നിങ്ങൾ, ആ രണ്ടാളുകൾ മൂസാ നബി പറഞ്ഞ അതേമാതിരി തന്നെ പറയണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞിരുന്നത്? മൂസാ നബി പറഞ്ഞത്, നിങ്ങൾ പോയി നോക്കുമ്പോൾ അന്തിമ വിജയം നമുക്ക് ഉണ്ടാവുന്ന മൂസാ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ അവർ എത്ര ശക്തരാണെന്ന് തോന്നിയാലും ഇത് വെറുതെ പുളിയുന്ന കയറ്റല്ല കേട്ടോ. നമ്മളിപ്പോ പഞ്ചായത്തിൽ മത്സരിക്കാൻ പിന്നെ ഒരാൾ നിന്നു, അങ്ങനെ അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ മത്സരിക്കുന്ന ആള് അങ്ങോട്ടൊരു 10 ആൾക്കാരെ പറഞ്ഞേക്കാണ് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ യോഗ ഉണ്ട്. അപ്പൊ ഇവരോട് പറയാണ്, നമ്മൾ ജയിക്കൂല എന്നുള്ളതായിട്ട് അവിടെ പറയരുത് കേട്ടോ. അറിയില്ലേ, അവിടെ പോയിക്കാണ്ട് നമ്മൾ എന്തായിരുന്നാലും ജയിക്കൂല, ഓനോട് മുട്ടിയാൽ നമ്മൾ കഴിച്ചിലാവൂല, എന്നാലൊന്ന് നോക്കുക എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്താവും? ആത്മധൈര്യം പോവും. വെറുതെ എന്തിനാ മെനക്കണ്ട് നോട്ടീസ് ഒട്ടിക്കാൻ കൊടുത്താൽ ഓലെ പെരകി കൊണ്ടേക്കാണ്ട് എന്ത് ചെയ്യും? പണ്ടത്തർക്ക് കടല ഇതാക്കല്ലാത്തോണ്ടാ ഓല് വേറെ എന്തെങ്കിലും ഉപയോഗിക്കും. അപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ നേതാക്കന്മാർ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഇപ്പത്തെ കണക്കനുസരിച്ച് 28 വോട്ടിന് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. 120 വോട്ടിന് തോൽക്കാനുള്ള സ്ഥലമാണ് ഇപ്പൊ ഈ പറയേണ്ടത്. 28-ന് ഇപ്പോഴാണ് നമ്മളെ മുന്നിൽ. ആ കുട്ടികളെ എങ്ങനെയാണ് കുട്ടികൾ ഇത് കിട്ടൂല? ഇപ്പൊ മരിച്ചോലറ്റ വോട്ട് ചെയ്യാൻ വരുമോ? അങ്ങനത്തെ കാലം ആയതുകൊണ്ട് കഴിച്ചിലാ പോയിക്കാരെന്ന് എഴുതിയിട്ട് എന്ത് ആഞ്ഞു പിടിക്കും. അല്ലേ? ഇതേപോലെ അല്ലത് കേട്ടോ. ഇത് മൂസാ നബിക്കറിയാ നമ്മൾ ജയിക്കുന്ന്. പക്ഷെ ഭൗതിക കോഡിലൂടെ വീക്ഷിച്ചാൽ 1000-ഓളം വരുന്ന അബൂജഹലിന്റെ പടയെ 313 ജയിക്കൂലല്ലോ. അതേമാതിരി തന്നെ. പക്ഷെ ഇവരോട് പറഞ്ഞ നിങ്ങൾ എന്തായിരുന്നാലും ജനങ്ങളോട് അങ്ങനെ തന്നെ വരണം എന്നാണ്. 10 ആൾക്കാർ മാറിയപ്പോ ഈ 2 ആൾക്കാർ നോക്കി നിങ്ങൾ അതേപോലെ തന്നെ പറയണം. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതാണ് അള്ളാഹു ഓലെ പറ്റി എന്ത് പറഞ്ഞത്? അള്ളാഹുൽക്ക് അനുഗ്രഹം ചെയ്തു. നമ്മൾ ഈ മനക്കരുത്ത് എന്ന ചില്ലറ കാര്യമല്ല. ഉറച്ചു നിൽക്കുക എന്നാൽ എനിക്ക് കുറെ അഭ്യാസം പഠിക്കണമെന്നൊന്നുമില്ല. ധൈര്യം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഓരോ മഹലിലും ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ. ഭയങ്കര ധൈര്യകാരം. തടി മണ്ണൊക്കെ ചിലപ്പോൾ വളരെ കമ്മിക്കാരം, പക്ഷെ ഭയങ്കര ധൈര്യക്കാരം, അപാരമായ ധൈര്യക്കാരം. അയാളുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊരു ബേജാറേക്കാരം. ഞാനില്ല, അയാൾ അവിടെ ഉണ്ട് കയറി പേടിച്ചെന്നാണ് ഉണ്ടാവുമല്ലോ. മൂപ്പര് കളരി ഓടിച്ചിട്ടൊന്നുമല്ല, കളരി ഊതിയാ പാറും. പക്ഷെ ഒരു ഗഡ്സ് കാണിക്കാറില്ല നമ്മള്. അതാണ് ഈ 2 ആൾക്കാർ കാണിച്ചത്. ഒരു ധൈര്യമായിട്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ വാതിൽ നിങ്ങൾ കയറണം, എന്ന് പ്രവേശിക്കണം. ഫഇദാ ദഖൽതുമൂഹു, നിങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫഇന്നകും ഗാലിബൂൻ, നിങ്ങൾ ആ ശത്രുക്കളെ അതിജയിക്കും. വഅലല്ലാഹി ഫതവക്കലൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തവക്കുലാക്കിക്കോളൂ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. അതായത് ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ ആയുധം പിന്നെ അങ്ങവരൊന്നുമല്ല. അത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഉഹദ് ഒരു ഞായറാഴ്ച നടന്നു. തിങ്കളാഴ്ച ഉഹദ് യുദ്ധത്തിൽ 70 ആൾക്കാർ നഷ്ടപ്പെട്ട് അത്രയും പരിക്ക് പറ്റി. നമ്മൾ അത്രയും ഗുരുതരമായ പരാജയം സംഭവിച്ചാണ്. അങ്ങനത്തെ നമ്മളോട് പിറ്റേ ദിവസം നബിതങ്ങൾ പറയാണ്, ഒന്നും കൂടി യുദ്ധത്തിന് വേണം. ശത്രുക്കൾ അബൂ സുഫിയാൻ നേതൃത്വത്തിൽ വരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകണം എന്നാണ്. എല്ലാവരും പടയങ്കി ധരിച്ചോളൂ, വസ്ത്രമൊക്കെ ധരിച്ചോളൂ, മുറിവാരും പുറത്ത് കാണിക്കണ്ട, എത്ര ക്ഷീണുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കണ്ട, നമ്മൾ പുറപ്പെടാണ്. കാരണം ഉഹദിൽ പങ്കെടുത്ത ആരും ഒഴിവാവും വേണ്ട, ഇന്നലെ നമ്മളെ കൂടെ ഇല്ലാത്ത ആരും ഒന്ന് പുതിയത് വരും വേണ്ട എന്ന് ഉഹദിന്റെ പിറ്റേന്ന് എല്ലാവരും മുറിവേറ്റ്. നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെ എവിടേക്കെങ്കിലും പോയിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് പോയിട്ട് 2-3 മാസം ചികിത്സിക്കേണ്ടി വരും, എന്നാലും അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് അവരുള്ളത്. അത്രയ്ക്കും മാരകമായ പരിക്കാണ്. നബിതങ്ങൾ പറയാണ് ഇറങ്ങിക്കോളിയും. അപ്പൊ എന്താ സംഭവം? ഉഹദിൽ നമ്മൾ തോറ്റല്ലേ? ആര് ഇമ്രാനിൽ പറയുന്നുണ്ട്, ഉഹദിൽ നമ്മൾ തോറ്റതുകൊണ്ട് അബൂ സുഫിയാൻ ഒരു യോഗം ചേർന്ന അടുത്ത തീരുമാനം ഇപ്പൊ പോയിട്ട് ഒരു യുദ്ധം കൂടിയാണ് ചെയ്ത പറ്റണം ഇല്ലാതാക്കാൻ. ആ വരവാ ഇത് നബിതങ്ങൾ അറിഞ്ഞ. നബിതങ്ങൾ ഇറങ്ങിക്കോളിയാർ. അതിലെന്താ ഇറങ്ങി, ഇവരാണ് ഇറങ്ങി. ഇറങ്ങുമ്പോൾ മുനാഫിക്കീങ്ങൾ വന്നിട്ട് നമ്മൾ ആൾക്കാരോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എവിടേക്കായി പോകുന്നത്? ഇന്നലെ തന്നെ മുഹമ്മദ് നബി പറഞ്ഞ് ഇറങ്ങി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇനി നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പോക്ക്? നിങ്ങൾ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി തുടച്ചു നീക്കപ്പെടും. ഇവിടെ മുനാഫിക്കൽ നമ്മളോട് പറയേണ്ട എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ വേണ്ടി ഇനി ഇവിടെ ആരുണ്ടാവില്ല.
പിന്നെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ഇനി നിങ്ങൾ പോകരുത്. ഇയാൾ ഒരു കാഴ്ചപ്പാടും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് എന്നുള്ള രൂപത്തിൽ ഒരു പറഞ്ഞത് ഇങ്ങനെയാണ്. ഖുർആൻ പറയുന്ന ഒരു ആയത്തിൽ പറയുന്നുണ്ട്, എന്താ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അല്ലദീന ഖാല ലഹുമുന്നാസ്, മുനാഫിക്കുകളായ ആളുകൾ ഇവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആ സംഘം സംഘടിതമായി വരുന്നുണ്ട്. ഫഖ്ശഹും, പേടിച്ചോളി മക്കളെ, നിങ്ങൾ എവിടേക്കായി പോകുന്നത്, നിങ്ങൾ മേലാകെ മുറിയില്ല. അള്ളാഹു അവരെ പറ്റി പറഞ്ഞെന്താ, നിങ്ങൾ അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വർ-റസൂൽ, ആ ഉഹദിൽ പങ്കെടുത്തവർ പിറ്റേ ദിവസം അള്ളാഹു നബിക്ക് ഉത്തരം കൊടുക്കുക. എപ്പോഴാണത്, മിൻ ബഅദി മാ അസാബഹുമുൽ ഖർ, ശരീരമാസകരം മുറിവ് പറ്റിയ സമയത്ത്. അപ്പോഴാ മറ്റോല് വന്നിട്ട് പോണ്ടട്ടോ, ശത്രുക്കളെല്ലാം നിൽക്കും സംഘടിതാണ്. അപ്പൊ മറുപടി കൊടുത്ത എന്താ അറിയോ, അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹു പറയാണ്, ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഓലൈന് മറുപടി കൊടുത്ത എന്താ അറിയോ, അത് പ്രശ്നമല്ല. അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇനി ഇബ്രാഹിം നബി പറഞ്ഞേക്കാണ് പറഞ്ഞോളിട്ടോ. ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നല്ലേ അത് പറഞ്ഞോളിയാറ്. അവരങ്ങനെ തന്നെ പറഞ്ഞത് ഖുർആൻ എടുത്തു ധരിക്കുക. വഖാലൂ, ആലി ഇമ്രാനിലെ 183 പറയാ, വഖാലൂ, ആ പരിക്ക് പറ്റിയ മുഅ്മിനീങ്ങൾ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, ബരമേൽപ്പിക്കാൻ ഉത്തമനവനാണ്. ഇതിന് കേട്ടപ്പോ ഇവര് മുനാഫിക്കുകൾ പോലും അന്താളിച്ചു പോയി. ഇവര് മാർച്ച് ചെയ്തു, ഒരു പോക്ക് ഇങ്ങനെ കാണണം. ഇതറിഞ്ഞ അബൂ സുഫിയാനും കൂട്ടരും ഓട്ടോടി. നിമിതങ്ങൾ എന്ത് ചെയ്ത് വേഗം പോതില്ല, 3 ദിവസം അവിടെ തമ്പടിച്ചു. അതാണ് വെല്ലുവിളിക്കണ്ടടുത്ത് വെല്ലുവിളിക്കണം. അതാണ് ഏതാണ്, എല്ലായിടത്തും സമാധാനം പറയാൻ പറ്റില്ല. അടിക്കണ്ടിടത്ത് ചിലപ്പോൾ അടിക്കേണ്ടി വരും. 3 ദിവസം അവിടെ വെല്ലുവിളിച്ചടന്നു. ധൈര്യം ഉണ്ടെങ്കിൽ വരികയും ഒറ്റ കുട്ടി വന്നില്ല. അതാണ് തവക്കുലിന്റെ ഊക്കാണ്. അല്ലെങ്കിൽ ഓലെ കൊണ്ട് അടിക്കാൻ കഴിയൂല, അതിന് മാത്രം പരിക്കാണ്. പക്ഷെ ആ ധൈര്യം എവിടുന്ന് കിട്ടിയത്, അത് അള്ളാഹു തആല. അതാണ് ഇപ്പൊ നബിതങ്ങൾ പറഞ്ഞില്ല, പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ദ്വാരക്കേണ്ട ഒരു ദ്വായുണ്ട്, അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. പടച്ചവനെ, ആ ശത്രുക്കളെ ഞങ്ങൾ നിന്റെ നെഞ്ചിലാക്കുന്നു എന്നാണ്. എന്താ ഇതിനർത്ഥം? അവർക്ക് അള്ളാഹു തആല പേടിയാണ് കൊടുക്കും. പേടി കടന്നുകൂടിയാ പോയി, പിന്നെ മുന്നോട്ടോ കഴിയില്ല. ആ വെപ്പറാണ് വന്നു കിട്ടിയാൽ. അതാണ് അവിടെ സംഭവിച്ചത്. അതാണ് ഈ നല്ല 2 മനുഷ്യന്മാര് ഈ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഈ അവസ്ഥ പറയണ്ടത് ഇവരോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്തോളി, ധൈര്യമായിട്ട് പോയിക്കോളി. മൂസാ നബി പറഞ്ഞതുപോലെ ഒരു പേടിയും പേടിക്കണ്ട. വഅലല്ലാഹി ഫതവക്കലു, അല്ലാഹുവിലേക്ക് തവക്കുലാക്കിക്കോളൂ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തവക്കുലാക്കിക്കോളി, ഒരു പ്രശ്നം വരൂല. അതിൽ ഈ ജനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചത് മൂസാ നബിന്റെ അനുയായികളാണ്. അതാണ് ഇസ്രായേലികൾ. അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ അനുസരണക്കേടിന്റെ ഫാക്ടറി അവരുണ്ടാക്കി. അവിടുന്ന് വാക്ക വന്നത് ഒരു മറുപടി കൊടുത്തു നോക്കി. ഖാലൂ, ആ സന്ദർഭത്തിൽ ആ ജനങ്ങൾ മൂസാ നബിക്ക് മറുപടി കൊടുക്കുകയാണ്. യാ മൂസാ, ഓ മൂസാ നബിയെ, ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ, ഞങ്ങൾ ഒരിക്കലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറൂല. മാദാമൂ ഫീഹാ, ആ സംഘം അവിടെ ഉണ്ടാകുന്ന കാലത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കയറൂല. അതുകൊണ്ട് ഫദ്ഹബ് അൻത, താങ്കൾ പോയിക്കോളൂ. വറബ്ബുക, താങ്കളെ റബ്ബും പോയിക്കോളൂ. ഫഖാതില, എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി യുദ്ധം ചെയ്തു വരി. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടോ. എന്താ ധിക്കാരം, ഓരോ ധിക്കാരം നോക്കി നിങ്ങൾ. മൂസാ നബിയോട് പറയണേ, പിന്നെ മൂസ, താങ്കളും ഇതൊക്കെ കൽപ്പിക്കേണ്ട റബ്ബുണ്ടല്ലോ, ആ റബ്ബുങ്ങൾ രണ്ടാളും കൂടി പോയിക്കാണ് യുദ്ധം ചെയ്തു വരും, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അമ്മാതിരി വർത്താനം, അറം പറ്റിയ വർത്താനം എന്നറിയില്ല നമ്മൾ. അമ്മാതിരി വർത്താനാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ടാളും കൂടി പോയിക്കാണ്ട് ഒരേറ്റ് യുദ്ധം ചെയ്ത് നമ്മളെ കൊണ്ട് പേതാറിനെ കഴിയൂല, എന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് പറയാം നമ്മളാണ് വരാ എന്നുള്ള രൂപത്തിൽ ഒരുമാതിരി കളിയാക്കിയിട്ട് സംസാരിച്ചു. ഇനി എന്താണ്ടായതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. മൂസാ നബി അവരോട് മറുപടി പറഞ്ഞതും പിന്നെ എന്താണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല മൂസാ ലിഖൗമി, മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. യാ ഖൗമി ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും
അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇദ് ജഅല ഫീകും അംബിയാ, നിങ്ങളിൽ നിന്ന് അവൻ അംബിയാക്കളെ കൊണ്ടുവന്നു. വജഅലകും മുലൂക, നിങ്ങളെ രാജാക്കളാക്കി. വആതാകും മാ ലം യുഅതി അഹദം മിനൽ ആലമീൻ, ലോകരിൽ ഒരാൾക്കും നൽകാത്തത് അവൻ നിങ്ങൾക്ക് നൽകി. യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങൾക്ക് കണക്കാക്കിയ ആ പരിശുദ്ധ നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. ഫലസ്തീന്റെ മണ്ണിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. വലാ തർതദ്ദൂ അലാ അദ്ബാരിക്കും, നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത്. ഫതൻഖലിബൂ ഖാസിരീൻ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ഖാലൂ, അവർ പറഞ്ഞു, യാ മൂസാ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ, എല്ലാ നിലക്കും കഴിവുള്ള ഒരക്രമി സമൂഹം അവിടെയുണ്ട്. വ ഇന്നാ ലൻ നദ്ഖുലഹാ, ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കൂല. ഹത്താ യഖ്റുജൂ മിൻഹാ, അവരവിടെ നിന്ന് പുറത്തു പോകാതെ. ഫഇൻ യഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ, അവർ പുറത്തു പോയാൽ ഞങ്ങളകത്തേക്ക് കയറാം. ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന, അല്ലാഹു പറയാണ്, അവരെ കൂട്ടത്തില് നോക്കൂ, രണ്ട് പുരുഷന്മാര്, അവര് പറഞ്ഞു, അൻഅമല്ലാഹു അലൈഹിമാ, അവരുടെ മേലിൽ അല്ലാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ടാളുകൾ പറഞ്ഞു, ഉദ്ഖുലൂ അലൈഹിമുൽ ബാബ്, നിങ്ങൾ അവരുടെ മേൽ ആ വാതിലൂടെ നിങ്ങൾ കയറണം, അതായത് ആ നാട്ടിലേക്ക് മൂസ നബി പറഞ്ഞതുപോലെ കയറണം. ഫഇദാ ദഖൽതുമൂഹു, നിങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫഇന്നകും ഗാലിബൂൻ, നിങ്ങൾ തന്നെയായിരിക്കും ആ ശത്രുക്കളെ അതിജയിക്കുന്നത്, നിങ്ങൾ തന്നെയായിരിക്കും വിജയികൾ, ജേതാക്കൾ. വഅലല്ലാഹി ഫതവക്കലൂ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഭരമേൽപ്പിക്കൂ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. ഖാലൂ, അന്നേരം അവർ മറുപടി പറഞ്ഞു, യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ, ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കടക്കൂല. മാ ദാമൂ ഫീഹാ, അവരവിടെയുള്ള കാലത്തോളം. അതുകൊണ്ട് ഫദ്ഹബ് അൻത, ഓ മൂസ താങ്കൾ പൊയ്ക്കോളൂ. വറബ്ബുക, താങ്കളുടെ റബ്ബും പൊയ്ക്കോളൂ. ഫഖാതില, എന്നിട്ട് നിങ്ങൾ രണ്ടു കൂട്ടരും, നിങ്ങൾ രണ്ടാളും എന്ത് ചെയ്തോളൂ, അവരോട് യുദ്ധം ചെയ്തോളൂ. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ഇരിക്കുന്നവരാണ്, ഞങ്ങളിവിടെ ഇരിക്കാം, നിങ്ങൾ പോയി വരുമോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء وجعلكم ملوكا وآتاكم ما لم يؤت أحدا من العالمين يا قوم ادخلوا الأرض المقدسة التي كتب الله لكم ولا ترتدوا على أدباركم فتنقلبوا خاسرين قالوا يا موسى إن فيها قوما جبارين وإنا لن ندخلها حتى يخرجوا منها فإن يخرجوا منها فإنا داخلون قال رجلان من الذين يخافون أنعم الله عليهم ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون وعلى الله فتوكلوا إن كنتم مؤمنين قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هاهنا قاعدون
സദഖല്ലാഹുൽ അലിയ്യുൽ അദീം.